എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജന റജി AR. നമ്മൾ ഇന്ന് LP UPയുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ പോവാണ്. നിരവധി ചോദ്യങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ച കുറച്ചധികം ചോദ്യങ്ങൾ അത് ഏതൊക്കെ ലെവലിലാണ് ഏതൊക്കെ രീതിയിലാണ് ചോദിച്ചത് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുത്താലോ? പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് പഠിക്കുന്നത് LP UPയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഓർക്കുക, LP UPയുടെ PYQ സെഷൻസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ എളുപ്പമുള്ളതാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എങ്ങനെ വേണമെങ്കിലും ചിന്തിച്ചിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസറിലേക്ക് എത്താവുള്ളൂ. എന്നിട്ട് മാത്രം എക്സ്പ്ലനേഷൻ സെഷനിലേക്ക് വരിക. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നൽകിയിരിക്കുന്ന ഉപഷെല്ലുകളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഊർജമുള്ളത്? ഓപ്ഷനിൽ 3D ഉണ്ട്, 4S ഉണ്ട്, 3P ഉണ്ട്, 2P ഉണ്ട്. ഓക്കെ, ഇത് എവിടുന്നാ ചോദ്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ ആറ്റവുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നാണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ സബ്ഷെല്ലിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരിക്കുന്നത്? ഉപഷെല്ല് എന്ന് വിളിച്ചിരിക്കുന്നത്. ഉപഷെല്ലിന്റെ മലയാളമായിട്ടാണ് സബ്ഷെൽ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഈ ചോദ്യം വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് വരാം. ആൻസർ ഓപ്ഷൻ A ആണ്, 3D ആണ് ആൻസർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടി കാണുമെന്ന് കരുതുകയാണ്. ആൻസർ എന്താണ്? 3D ആണ്. എന്താണ് ഉത്തരം? ഓപ്ഷൻ A ആണ് നമുക്ക് വരുന്നത് കേട്ടോ. ഇനി എങ്ങനെ ഈ ഓപ്ഷൻ Aയിലേക്ക് എത്തി നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോളൂ. നമുക്ക് ഓപ്ഷൻ Aയിലേക്ക് വരാം. നമുക്കറിയാം ഷെല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് KLMN എന്നീ 4 ഷെല്ലുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? K ഷെല്ലുണ്ട്, അടുത്തേതാണ് L ഷെല്ലുണ്ട്, അടുത്തേതാണ് M ഷെല്ലുണ്ട്. നമുക്കറിയാം ഈ ഷെല്ലുകളുടെ ഇടയിൽ ആരുണ്ട്? സബ് ഷെല്ലുകളുണ്ട്. ഷെല്ലുകളുടെ ഇടയിൽ ആരെ കാണാൻ സാധിക്കുന്നുണ്ട്? സബ് ഷെല്ലുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഷെല്ലുകളുടെ ഇടയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്? അതും 4 എണ്ണമുണ്ട്. ഏതൊക്കെ? S, P, D, F. സബ് ഷെല്ലുകൾ 4 എണ്ണമാണ്. S, P, D, F. ഇനി നമുക്കറിയാം ഈ ഷെല്ലുകളിലെ എല്ലാ ഊർജം, അതായത് എനർജി ഒരുപോലെയാണോ? തീർച്ചയായിട്ടും എല്ലാ ഷെല്ലുകളിലെയും ഊർജം ഒരുപോലെ അല്ല. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. ഷെല്ലുകളുടെ ഊർജം ഒരുപോലെ അല്ല എന്ന് നമുക്കറിയാം. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും പാഠപുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ചോദ്യമാണിത്. പാഠപുസ്തകത്തിൽ നിന്ന് തന്നെ വന്ന ചോദ്യമാണ്. അപ്പൊ ഷെല്ലുകളുടെ ഊർജം ഒരുപോലെ അല്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചിരിക്കുന്നു. അടുത്തത്, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ ഊർജത്തിന് എന്ത് സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചേക്കുന്നത്? ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു എന്നാ പഠിച്ചത്. ഓർമ്മ വന്നില്ലേ? ഷെല്ലുകളുടെ ഊർജം എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. പഠിച്ചു വെച്ചേക്കാം. എന്താണ്? കൂടി വരുന്നു. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേക്കാം. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും, ഇത് ആറ്റത്തിന്റെ സെൻട്രൽ ഭാഗമായ ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ഷെല്ല് വരയ്ക്കാൻ പോവാണ്. ആദ്യത്തെ ഷെല്ല് ഇതാ K ഷെല്ല്, അടുത്ത ഷെല്ല് ഏതാണ്? L ഷെല്ല്. അപ്പൊ ഇത് K ഷെല്ലാണ്, അടുത്ത L ഷെല്ലാണ്. ന്യൂക്ലിയസിൽ നിന്നും നമ്മുടെ K ഷെല്ലിലേക്കുള്ള അകലം വരച്ചിരിക്കുകയാണ്. കണ്ടല്ലോ. അടുത്ത ന്യൂക്ലിയസിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് വരയ്ക്കുന്നു? L ഷെല്ലിലേക്കുള്ള അകലം കൂടി വരയ്ക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടി വരുന്നതായിട്ട് മനസ്സിലായില്ലേ? ഈ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും എനർജി എന്ത് ചെയ്യുകയാണ്? കൂടി വരികയാണ്. അപ്പൊ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ ഊർജം, ആരുടെയാണ്? ഷെല്ലുകളുടെ ഊർജം എന്ത് ചെയ്യുകയാണ്? കൂടി വരികയാണ്. അത് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നമുക്ക് ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമത്തിലൊന്ന് എഴുതിയാലോ? അപ്പൊ K ഷെല്ലിനേക്കാൾ ഊർജം കൂടുതൽ ആർക്കുണ്ടായിരിക്കും? L ഷെല്ലിനുണ്ടായിരിക്കും. ഇല്ലേ? L ഷെല്ലിനേക്കാൾ ഊർജ്ജം ആർക്കുണ്ടായിരിക്കും? എമ്മിനുണ്ടായിരിക്കും. എമ്മിനേക്കാൾ കൂടുതൽ ഊർജ്ജം ആർക്കുണ്ട്? എന്നിനുണ്ട്. അപ്പൊ ഈ കൂടുതൽ ഊർജ്ജം ഏറ്റവും കൂടുതൽ ആർക്കാണ്? എന്നിനാണ്. ഊർജ്ജം ഏറ്റവും കുറവ് ആർക്കാണ്? K ഷെല്ലിനാണ്. ഓക്കെ ആണ്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എഴുതിക്കോളൂ. അതാണ് പുസ്തകത്തിലുണ്ട് KLMN. നമുക്ക് വ്യക്തമായിട്ട് ആ ക്രമം എഴുതിയിട്ടുണ്ട്. അതും ഏത് ക്രമത്തിലാണ്? ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്ന ക്രമം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർത്ത് വെച്ചോളൂ. K ഷെല്ലിനേക്കാൾ ഊർജ്ജം കൂടുതൽ L ഷെല്ലിനുണ്ട്. L ഷെല്ലിനേക്കാൾ ഊർജ്ജം കൂടുതൽ M ഷെല്ലിനുണ്ട്. M ഷെല്ലിനേക്കാൾ ഊർജ്ജം കൂടുതൽ ആർക്കുണ്ട്? N ഷെല്ലിനുണ്ട്. ക്രമത്തിന് ആ ഒരു ഷെല്ലുകളിലേക്കുള്ള ഊർജത്തിന്റെ ക്രമം നമ്മളോട് ചോദിക്കുന്നതാണ്. വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോളുക. അപ്പൊ ഷെല്ലുകളിൽ ഊർജം എന്ത് ചെയ്യുകയാണ്? കൂടി വരികയാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി സബ് ഷെല്ലുകളിലേക്ക് വന്നു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ആ സബ് ഷെല്ലുകളിലേക്ക് കാര്യം. സബ് ഷെല്ലുകളിൽ എന്ത് തന്നെയാണ്? ഊർജം കൂടി വരുന്ന ക്രമത്തിനാണ് അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ഓക്കെ, അപ്പൊ സബ് ഷെല്ലുകളിലേക്ക് വരാം. നിങ്ങളുടെ സബ് ഷെല്ലുകളിൽ ഊർജം കൂടി വരുന്ന ക്രമം ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. ഓക്കെ ആണ്, അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക. എങ്ങനെയാണ്? എസ്, പി, ഡി, എഫ്. എസിനേക്കാൾ ഊർജം കൂടുതലാണ് ആർക്ക്? പിക്ക്. പിയേക്കാൾ ഊർജം കൂടുതലാണ് ആർക്ക്? ഡിക്ക്. ഡിയേക്കാൾ ഊർജം കൂടുതലാണ് ആർക്ക്? എഫ്. ഇതാണ് ക്രമം. എസ്, പി, ഡി, എഫ്. കിട്ടിയില്ലേ? എസ്, പി, ഡി, എഫ്. എങ്ങനെയാ വരയ്ക്കുന്നത് മനസ്സിലായല്ലേ? എസിനേക്കാൾ ഊർജം കൂടുതൽ ആർക്കുണ്ട്? പിക്കുണ്ട്. പിയേക്കാൾ ഊർജം കൂടുതൽ ഡിക്കുണ്ട്. ഡിയേക്കാൾ ഊർജം കൂടുതൽ ആർക്കുണ്ട്? എഫിനുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ക്രമം വ്യക്തമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരും, ശ്രദ്ധിച്ചു വെച്ചോണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും തിരിച്ചും ഒക്കെ നമുക്ക് ഓപ്ഷനിൽ വീഴാം. ശരിയായത് കണ്ടെത്താൻ വേണ്ടി ചോദ്യം വരാം. അപ്പൊ വ്യക്തമായിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. തിരിഞ്ഞു പോലെ ചിഹ്നം ഒന്നും തിരിഞ്ഞു പോലെ, സൈൻ ഒന്നും തിരിഞ്ഞു പോലെ വ്യക്തമായിട്ട് എന്തിരിക്കണം? ഓർത്ത് വെച്ചേക്കണം. എസിൽ നിന്ന് പിയിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വാ തുറന്നിരിക്കുന്നതെന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് ആ ഭാഗത്ത് നിന്ന് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്, ഓരോ ഷെല്ലിലെയും ഒരു നിശ്ചിത സബ്ഷെല്ലിന്റെ ഊർജത്തിന് ക്രമാനുഗതമായ വർധനവ് ഉണ്ടായിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെച്ചോണം. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചിന്തിക്കുക എന്ത് എഴുതി വെച്ചിരിക്കുന്ന ചിന്ത വരും. പക്ഷെ ഇത് എവിടുന്നാ? പാഠപുസ്തകത്തിൽ നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓരോ ഷെല്ലിലെയും ഓരോ നിശ്ചിത സബ്ഷെല്ലിന്റെ ഊർജത്തിന് ക്രമാനുഗതമായ വർധനവ് ഉണ്ടായിരിക്കും. ഷെല്ലുകളുടെ ഇടയിൽ ആരുണ്ട്? സബ് ഷെല്ലുകളുണ്ട്. ഈ സബ് ഷെല്ലുകളുടെ ഊർജത്തിന് എന്തുണ്ടായിരിക്കും? ക്രമാനുഗതമായിട്ട് വർധന ഉണ്ടായിരിക്കും. ആദ്യത്തെ സബ് ഷെല്ലിനേക്കാൾ ഊർജ്ജം കൂടുതൽ ആർക്കുണ്ടായിരിക്കും? അടുത്ത സബ് ഷെല്ലിനുണ്ടായിരിക്കും. അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈസിയാണ്. ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഓരോ ഷെല്ലിലെയും, നമുക്കറിയാം KLMNO ഷെല്ല്, ഒരു നിശ്ചിത സബ് ഷെല്ലിന് SPDF സബ് ഷെല്ല് ഊർജത്തിന് എന്തുണ്ടായിരിക്കും? ക്രമാനുഗതമായ വർധന ഉണ്ടായിരിക്കും. ഒന്ന് കഴിഞ്ഞ് അടുത്തേക്ക് പോകുമ്പോൾ എന്തുണ്ടാവും? ആ ഊർജത്തിന് വർധന ഉണ്ടായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഒന്നുകൂടെ വായിച്ചേ. ഓരോ ഷെല്ലിലെയും ഒരു നിശ്ചിത സബ് ഷെല്ലിന്റെ ഊർജത്തിന് എന്തുണ്ടായിരിക്കും? ക്രമാനുഗതമായ വർധനവ് ഉണ്ടായിരിക്കും. ഈസി അല്ലേ? വളരെ ഈസിയാണ്. ഉദാഹരണം, 1s നമുക്കറിയാം സബ് ഷെല്ലുകളിലെ ഊർജ ക്രമം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. എങ്കിലും 1s ഊർജം കൂടുതൽ 2s ഉണ്ടായിരിക്കും. ഊർജം കൂടുതൽ 3s ഉണ്ടായിരിക്കും. 3s ഊർജം കൂടുതൽ 4s ഉണ്ടായിരിക്കും. 4s ഊർജം കൂടുതൽ 5s ഉണ്ടായിരിക്കും. ഓക്കെ ആണ്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അതുപോലെ തന്നെ ഈ വിധത്തിൽ മറ്റ് സബ് ഷെല്ലുകളിലെയും ഊർജം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ സബ് ഷെല്ലുകൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഏത് പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് നമ്മൾ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക? സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? യെസ്, ഓഫ് ബോ പ്രിൻസിപ്പിൾ. മനസ്സിൽ വന്നോ? ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്നാണ് അതിനെ പറയുന്നത്. ഇന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യം, ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമ്മളിപ്പോ പഠിച്ച കാര്യമാണ്. ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. കണ്ടേ, ഒരാറ്റത്തിലെ ഒരു ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ വന്നു ചേരുമ്പോൾ അവ വിവിധ സബ് ഷെല്ലുകളിലായിരിക്കും ക്രമീകരിക്കപ്പെടുക. നമുക്കറിയാവുന്ന കാര്യമാണ്. ഓരോ ഷെല്ലുകളിലേക്കും ആര് വരികയാണ്? ഇലക്ട്രോണുകൾ വന്നു ചേരുമ്പോൾ അവ എന്താണ്? വിവിധ സബ് ഷെല്ലുകളിലാണ് ക്രമീകരിക്കപ്പെടുക എന്നറിയാം. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വീഴും. ശ്രദ്ധിച്ചു വെച്ചോ. ഇവിടെ നിന്നൊക്കെയാണ് സ്റ്റേറ്റ്മെന്റുകൾ എടുക്കുക. നന്നായി ശ്രദ്ധിക്കുക. ഒരാറ്റത്തിലെ ഒരു ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ വന്നു ചേരുമ്പോൾ ഇലക്ട്രോണുകൾ വന്നു ചേരുമ്പോൾ വിവിധ സബ് ഷെല്ലുകളിലായിരിക്കും ക്രമീകരിക്കപ്പെടുന്നത്. ഇത് ഡൗട്ട് വരും പലർക്ക്. ഈ ഷെല്ലുകളിലല്ലേ ക്രമീകരിക്കപ്പെടുന്നത് ചിന്തിക്കുക. അല്ല, സബ് ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകളെ എന്ത് ചെയ്യപ്പെടുന്നത്? ക്രമീകരിക്കപ്പെടുന്നത്. നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചേക്കുക. ഒരാറ്റത്തിലെ ഒരു ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ വന്നു ചേരുമ്പോൾ അവ വിവിധ സബ് ഷെല്ലുകളിലായിരിക്കും ക്രമീകരിക്കപ്പെടുന്നത് എന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഓക്കെ, അടുത്തത് ഊർജ്ജം. അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കറിയാം LP-UP പരീക്ഷയ്ക്ക് മാത്രമല്ല ഈ ഭാഗത്തു നിന്ന് ചോദ്യം വന്നത്. തീർച്ചയായിട്ടും ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് LSTSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ചോദ്യം അവിടെ കാണാം. ഓക്കെ, അത് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവിടെ ശ്രദ്ധിച്ചു വെച്ചോളൂ. ഊർജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് ഊർജം കൂടിയ സബ്ഷെല്ലിലേക്ക് ഇലക്ട്രോൺ ക്രമാനുഗതമായി നിറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ്. ഊർജം കുറഞ്ഞ സബ്ഷെല്ല്. എസ്, ഊർജം കുറവാണ് സബ്ഷെല്ലിൽ നിന്നും ഊർജം കൂടിയ സബ്ഷെല്ലിലേക്ക്, അടുത്തത് എന്തായിരിക്കും? ഊർജം കൂടുതലായിരിക്കും. ഊർജം കൂടിയ സബ്ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ എന്താണ്? ക്രമാനുഗതമായിട്ട് നിറയുകയാണ് ചെയ്യുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഊർജം കുറഞ്ഞ സബ്ഷെല്ലുകളിൽ നിന്നും ഊർജം കൂടിയ സബ്ഷെല്ലുകളിലേക്ക് എന്താണ്? തീർച്ചയായിട്ടും ഇലക്ട്രോണുകൾ ക്രമാനുഗതമായിട്ട് നിറയുകയാണ് ചെയ്യുന്നത്. അത് വ്യക്തമായിട്ട് ഓർത്ത് വെച്ചേക്കാം. 1s ഊർജ്ജം കൂടുതൽ ആർക്കുണ്ട്? 2s എന്നാണ് ഒറ്റ വാക്കിൽ അതിന്റെ
അർത്ഥം. ഓക്കെ ആണ്. ഇപ്രകാരമുള്ള ക്രമീകരണത്തെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് വിളിക്കുന്നു. ഇനിയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് വെച്ചാൽ 1s ഊർജ്ജ കൂടുതൽ ആർക്കുണ്ട്? 2s ഉണ്ട് എന്ന ക്രമത്തിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്രമീകരണത്തെ വിളിക്കുന്ന പേരാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. സെറ്റ് അല്ലേ? ഒന്നുകൊണ്ടൊന്ന് വായിച്ചു വെച്ചേക്ക. ഒരാറ്റത്തിലെ ഒരു ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ വന്നു ചേരുമ്പോൾ അവ വിവിധ സബ്ഷെല്ലുകളിലേക്കായിരിക്കും ക്രമീകരിക്കപ്പെടുന്നത്. അടുത്തത്, ഊർജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്നും ഊർജം കൂടിയ സബ്ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുകയാണ്? ക്രമമായി നിറയുകയാണ്. ഇപ്രകാരമുള്ള ക്രമീകരണത്തെയാണ് നമ്മൾ എന്ത് പറയുക? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്നറിയപ്പെടുന്നത്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഇനി ഈ കാര്യം തന്നെ നമുക്ക് ഒരു തവണ കൂടി വായിക്കേണ്ടതായിട്ടുണ്ട്. പാഠപുസ്തകത്തില് വ്യക്തമായിട്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിച്ചോ. ഒരാറ്റം ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ്ഷെല്ലുകളിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് ഊർജം കൂടിയതിലേക്ക് ക്രമമായിട്ട് എന്ത് ചെയ്യുകയാണ്? നിറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒന്നുകൂടെ വ്യക്തമായിട്ട് നല്ല അടിപൊളിയായിട്ട് കോളമൊക്കെ വരച്ച് ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ആ ഭാഗം ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്തത്. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആറ്റത്തിലെ ഇപ്പം നമുക്കറിയാം പേസിലെ ട്രെൻഡിങ് മേഖലയാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. ഒരാറ്റത്തിലെ അല്ലെങ്കിൽ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ്ഷെല്ലുകളിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് ഊർജം കൂടിയതിലേക്ക് ക്രമമായിട്ട് നിറയുന്നു. കുറഞ്ഞവയിൽ നിന്നും കൂടിയവയിലേക്ക് എന്ത് ചെയ്യാണ്? ക്രമമായിട്ട് നിറയുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് വിളിക്കുക. ഓക്കെ അല്ലെ? ഇപ്പൊ നമ്മൾ 2-3 വട്ടം വായിച്ചു. ഇപ്പൊ നിങ്ങളെല്ലാം മനസ്സിൽ വ്യക്തമായിട്ട് അത് പതിഞ്ഞ് കാണുമെന്ന് ഞാൻ കരുതുകയാണ്. വീണ്ടും 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 കേട്ടും വായിച്ചു അതങ്ങ് സെറ്റാക്കി വെച്ചിരിക്കണം മനസ്സിൽ കേട്ടോ. ഓക്കെ, പോവാം മുന്നോട്ട്. ഇനി നമുക്ക് ഓഫ് ബോ പ്രിൻസിപ്പിൾ ഒന്ന് നോക്കാം. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഓഫ് ബോ പ്രിൻസിപ്പിൾ നമ്മൾ ക്ലാസ്സിൽ വ്യക്തമായിട്ട് എടുത്തതാണ്. നമുക്കിവിടെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് എടുക്കുമ്പോൾ ഇവിടെ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിരിക്കുന്ന ഓഫ് ബോ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. കാണുന്നതാണ് ഓഫ് ബോ എന്ന് പറയപ്പെടുന്നത്. ഓഫ് ബോ പ്രിൻസിപ്പിൾ പ്രകാരം 1s ആദ്യത്തെ ഊർജ നില എന്നാണ് പറയേണ്ടത്. ആദ്യത്തെ ഊർജ നില ഏതാണ്? 1s. 1s ഊർജം നിറഞ്ഞിട്ട് മാത്രമേ അടുത്തേക്ക് പോകത്തുള്ളൂ. എവിടോട്ട്? 2s. 2s ഊർജം നിറഞ്ഞ ശേഷം 2p പോകുന്നത്. 2p നിന്ന് 3s 3p കണ്ടോ, ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഡൗട്ട് വരും. കാരണം നമുക്ക് ഓപ്ഷനിൽ കൊടുത്തിരുന്ന ഭാഗത്തോട്ട് കടക്കാൻ പോവാണ്. ഓർത്ത് വെച്ചേക്കുക. ആദ്യം നമുക്ക് എഴുതാം 1s. നമ്മുടെ ഊർജക്രമം ഉണ്ടല്ലോ, ആ ഊർജക്രമം നമുക്കൊന്ന് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഊർജക്രമത്തിൽ നമ്മൾ പ്രധാനമായിട്ടും എടുക്കാൻ പോകുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഊർജക്രമത്തിൽ ആദ്യം എഴുതാൻ പോകുന്നത് 1s. ഓക്കെ, രണ്ടാമത് ഏതാണ്? 2s. അടുത്ത ഏതാണ്? 2p. അടുത്ത ഏതാണ്? 3s. അടുത്ത ഏതാണ്? 3p. അടുത്ത ഏതാണ്? 4s. പിന്നെ ആരാണ്? 3d. ഇങ്ങനെയല്ലേ കിടക്കുന്നേ. പക്ഷെ ഓപ്ഷനിൽ വന്നപ്പോ നിങ്ങളുടെ കുറച്ചുപേരുടെ മനസ്സിൽ 4s കുറച്ചുപേരുടെ മനസ്സിൽ 3d വന്ന് കാണും. ഓക്കെ, സ്വാഭാവികമായിട്ടും വന്ന് കാണും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം വ്യക്തമായി പഠിച്ചു ഒരാൾക്കറിയാം. നമുക്ക് ഇവിടെ ഏറ്റവും അവസാനം ഈ 4s 3d എന്നിവയിൽ ആദ്യം ഊർജം നിറയുന്നത് എവിടെയാണ്? 3d ഊർജം നിറയുന്നുണ്ടോ? 3d എന്ന് പറയും. പിന്നീട് മാത്രമേ എങ്ങോട്ട് വരുന്നുള്ളൂ? 4s പോകുന്നുള്ളൂ. ഓക്കെ ആണ്. അപ്പോ 3d എന്ന് തിരിച്ചാണ് എഴുതേണ്ടത്. അങ്ങനെയാണ് എഴുതേണ്ടത്, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ 3dക്കാണ് എന്തുള്ളത്? ഊർജം കൂടുതലുള്ളത്. പിന്നെ മാത്രമേ ആർക്കുള്ളൂ? 4s ഊർജം വരികയുള്ളൂ. ഇതാണ് നമ്മളോട് ഇപ്പോ ചോദിച്ച മേഖല. ഇത് വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇവിടെ വന്ന് ആൻസർ എഴുതാൻ സാധിക്കുകയുള്ളൂ. സാധാരണ 1s 2s 2p 3s 3p 4s 4s 3d എന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആൻസർ ചെയ്യാൻ സാധിക്കുകയില്ല. അവരുടെ മനസ്സിൽ ആരായിരിക്കും വരിക? 4s ആണ്. പക്ഷെ നമ്മൾ പഠിച്ചു വെച്ചോണം, 4s ഊർജ കൂടുതൽ ആർക്കുണ്ട്? 3dക്കുണ്ട്. 3dക്കാണ് ഊർജ കൂടുതൽ. അതിനുശേഷം മാത്രമേ ആര് വരികയുള്ളൂ? 4s വരികയുള്ളൂ എന്ന സത്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അതൊന്ന് നല്ല രീതിയിൽ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ അത് കണ്ടുപിടിക്കുന്ന രീതിയൊക്കെ നമ്മൾ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ വ്യക്തമായിട്ട് അത് പഠിക്കാം കേട്ടോ. ഇപ്പൊ ഒന്ന് ഓർത്ത് വെച്ചേക്കുക 3d. അതോടൊപ്പം തന്നെ എന്താണ്? 3d കഴിഞ്ഞ് മാത്രമേ ആർക്കുള്ളൂ? 4s. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് ഒന്ന് വരേണ്ടതായിട്ടുണ്ട്. ചോദ്യത്തിൽ എന്തായിരുന്നു കൊടുത്തിരുന്നത്? നമുക്ക് 3d ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ 4s ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് 4s ആൻസർ ആയില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. 3dക്കാണ് എന്ത് കൂടുതൽ? ഊർജം കൂടുതൽ. അതിനുശേഷം മാത്രമേ ആരുള്ളൂ? 4s ഉള്ളൂ. ഓക്കെ, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും 21 മുതൽ
മുതൽ 30 വരെയുള്ള എലമെന്റ്സിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമ്മൾ ആരെ ആദ്യം എഴുതുന്നത് 3D കഴിഞ്ഞ് മാത്രമാണ് എന്ത് ഫോറസിലേക്ക് പോകുന്നത്. പക്ഷെ ഊർജ്ജക്കൂടൽ ഈ കൂട്ടത്തിൽ ആർക്കാന്ന് ചോദിച്ചാൽ 3Dക്കാണ്. അത് മറന്നുപോലെ കേട്ടോ. 3D കഴിഞ്ഞേ ആരുള്ളൂ ഫോറസ് ഉള്ളൂ എന്ന കാര്യം ഓർത്ത് വെച്ചോളുക. സാധാരണ എഴുതുന്ന പോലെ ഇവിടെ ചിന്തിക്കരുത്. അപ്പൊ ഇവിടുത്തെ ചിന്തയിൽ കുറച്ച് പേർക്ക് തെറ്റാൻ കാര്യം ഈ ഫോറസ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അത് എങ്ങനെയാ കണ്ടുപിടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിൽ വിശദീകരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കോജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഇതും നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യം തന്നെയാണ്. ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കോജൻസ് എന്നറിയപ്പെടുക? അപ്പോ ഇത് പീരിയോഡിക് ടേബിൾ എന്ന് പറയപ്പെടുന്ന ടോപ്പിക്കിൽ നിന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് 18, 17, 15, 16 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം ആകെ ആധുനിക പീരിയോഡിക് ടേബിളില് ഹെൻറി മോസ്ലറുടെ പീരിയോഡിക് ടേബിളില് ആധുനിക പീരിയോഡിക് ടേബിളായ ഹെൻറി മോസ്ലറുടെ പീരിയോഡിക് ടേബിളില് എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകളുണ്ട്. എത്ര പീരീഡുകളുണ്ട്? 7 പീരീഡുകളുണ്ട്. പഠിച്ച 18 ഗ്രൂപ്പുകളും ഉണ്ട്, 7 പീരീഡുകളും ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ആരെയാ കാൽക്കോജൻസ് എന്നറിയപ്പെടുക? കാൽക്കോജൻസ് എന്നറിയപ്പെടുന്ന ആരെയാന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എല്ലാവരെയും മനസ്സിൽ വന്നില്ലേ? തീർച്ചയായിട്ടും നമ്മളതൊക്കെ വ്യക്തമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഓർത്ത് വെച്ചേക്കണം, കാൽക്കോജൻസ് എന്നറിയപ്പെടുന്ന ആരെയാണ്? 16ാമത്തെ ഗ്രൂപ്പിനെയാണ്. ആരെയാണ്? 16ാമത്തെ ഗ്രൂപ്പ്. ഈ 16ാമത്തെ ഗ്രൂപ്പിന്റെ വേറൊരു പേര് നിങ്ങളുടെ എല്ലാം മനസ്സിൽ വന്നു കാണും. ഏതാണ്? പറഞ്ഞോ. അതന്നെ, ഓക്സിജൻ ഫാമിലി. ഓർമ്മ വന്നോ? ഓക്സിജൻ ഫാമിലി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? 16ാമത്തെ ഗ്രൂപ്പ് തന്നെയാണ്. പക്ഷെ ഒഫീഷ്യൽ നെയിമേ നമ്മളോട് ചോദിക്കുള്ളൂ. ഒഫീഷ്യൽ നെയിം എന്താണ്? കാൽക്കോജൻസ്. ഇങ്ങനെ എല്ലാ ഗ്രൂപ്പുകളുടെയും ഒഫീഷ്യൽ നെയിം നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ലേ? യെസ്, ഓർമ്മയിലേക്ക് പെട്ടെന്ന് വന്നേ. നമുക്ക് പീരിയോഡിക് ടേബിൾ ഒന്ന് കണ്ടു നോക്കാം. ഓപ്ഷൻ ഏതാണ്? നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ പീരിയോഡിക് ടേബിളോടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഓരോ ഗ്രൂപ്പുകളുടെയും പേര് ഇപ്പോ നിങ്ങളുടെ എല്ലാം മനസ്സിൽ വന്നിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞോ. യെസ്, ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസിൽ ഉൾപ്പെടുന്ന മൂലകമാണോ ഹൈഡ്രജൻ? അല്ല. പഠിച്ചു വെച്ചത് നമ്മള് ഹൈഡ്രജന് ഗ്രൂപ്പ് ഇല്ല എന്ന് പഠിച്ചാണ്. ഹൈഡ്രജൻ ആധുനിക പീരിയോഡിക് ടേബിളിൽ എന്താ ഉള്ളത്? പ്രത്യേക സ്ഥാനം. ആധുനിക പീരിയോഡിക് ടേബിളിൽ പ്രത്യേക സ്ഥാനമുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ ഭാഗമാണോ ഹൈഡ്രജൻ? അല്ല. ഏത് ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഹൈഡ്രജൻ? ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ല ഹൈഡ്രജൻ. സെറ്റ് ആണല്ലോ. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞേ, ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസിലെ ആദ്യ എലമെന്റ് ഏതാ? ലിഥിയം. അവസാന എലമെന്റ് ഏതാ? ഫ്രാൻസിയം. ഇതൊക്കെ നോക്കി വെച്ചോണേ, മറക്കല്ലേ. ഇനി അടുത്തത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേര് എന്താ? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ ആരൊക്കെയുണ്ട്? ബെറീലിയം, മാഗ്നീഷ്യം. കണ്ടോ, മാഗ്നീഷ്യം ഇവിടെ കിടക്കുന്നത്. കാൽഷ്യം ഉണ്ട്, പിന്നെ സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഓക്കെ, രണ്ടുപേരും ഓർത്ത് വെച്ചേക്കണേ. മാഗ്നീഷ്യം, റേഡിയം സെക്കൻഡ് ഗ്രൂപ്പിലാണ് കാണപ്പെടുന്നത്. പിന്നെ നമുക്ക് തേർഡ് ഗ്രൂപ്പിന്റെ പേര് അറിയാം. പറഞ്ഞോ, മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താണ്? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെ ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ് അറിയപ്പെടുക. സംക്രമണ ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുക. എന്താ? സംക്രമണ ലോഹങ്ങൾ. ലോഹങ്ങളെന്ന് തന്നെ പഠിക്കുക, കാരണം അവരെല്ലാം ലോഹങ്ങളാണെന്ന് നിങ്ങളുടെ മനസ്സിൽ അപ്പൊ തന്നെ വന്നിരിക്കണം. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, ഡി ബ്ലോക്കിൽ കാണപ്പെടുന്ന 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ അറിയപ്പെടുന്ന പേരെന്താ? സംക്രമണ ലോഹങ്ങൾ. പേര് പറഞ്ഞേ, സംക്രമണ ലോഹങ്ങൾ. അപ്പൊ മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താ? സംക്രമണ ലോഹങ്ങളിലെ മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് എളുപ്പമാണ് പഠിക്കാൻ, സ്കാൻഡിയം ഫാമിലി. പേര് എളുപ്പമല്ലേ കിട്ടിയ? സ്കാൻഡിയം ഫാമിലി. നാലാമത്തെ ഗ്രൂപ്പോ ടൈറ്റാനിയം ഫാമിലി. 4 ഭയങ്കര ടൈറ്റാ. നാലാമത്തേതാ? ടൈറ്റാനിയം ഫാമിലി. അഞ്ചാമത്തെ ഏതാ? വനേഡിയം. ഓർത്ത് വെക്കാനുള്ള എളുപ്പമാർഗം എന്താ? യെസ്, റോമൻ ലെറ്ററിൽ 5 എഴുതുന്നത് വി എന്നാണ് അല്ലെ. റോമൻ ലെറ്ററിൽ 5 എഴുതുന്നത് എങ്ങനെയാ? വി എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും അഞ്ചാമത്തെ ഗ്രൂപ്പ് വനേഡിയം ഫാമിലി. ഓക്കെ, ആറാമത്തെ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞു, ക്രോമിയം ഫാമിലി. പി എസ് ഫേവറേറ്റ് ഗ്രൂപ്പുകളിൽ ഒന്നാണ് ക്രോമിയം ഫാമിലി. ഓർത്ത് വെച്ചിരിക്ക, ഏതാണ്? ക്രോമിയം ഫാമിലി ആണ് ആറാമത്തെ. 6 ക്രോമിയം. അങ്ങനല്ലേ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചേ. അടുത്ത 7 ആരാ? മാംഗനീസ് ഫാമിലി. 7 ആരാണ്? മാംഗനീസ് ഫാമിലി ആണ്. മറക്കല്ലേ, 7 ആരാണ്? മാംഗനീസ് ഫാമിലി. 7 മാംഗനീസ് ഫാമിലിയാ. മഗ്നീഷ്യം എവിടെ വരുന്നത്? രണ്ടാമത്തെ ഗ്രൂപ്പ്. തിരിച്ചു വെക്കല്ലേ, 7 ആണ് ഇത് മാംഗനീസ് ഫാമിലി. 8 അയൺ ഫാമിലി ആണ്, ഇരുമ്പ് ഫാമിലി. ഓക്കെ, ഇരുമ്പ് കുടുംബമാണ് ഇത്. 8ാമത്തെ ഗ്രൂപ്പ്. 9ാമത്തെ ഗ്രൂപ്പ് ഏതാ?
കൊബാൾട്ട് ഫാമിലി. 9ാമത്തെ ഗ്രൂപ്പിന്റെ പേര് കൊബാൾട്ട് ഫാമിലി എന്നാണ്. 10ാമത്തെ ഗ്രൂപ്പിന്റെ പേര് പറയാവോ? യെസ്, 10 നിക്കൽ ഫാമിലി. എന്ത് ഈസി ആണല്ലേ, അവരെല്ലാം പേര് വെച്ചല്ലേ പഠിക്കുന്നത്. അതെ, 10 ഏതാ? നിക്കൽ ഫാമിലി. 11 ആരാ? യെസ്, ചെമ്പ് ഫാമിലി, അതായത് കോപ്പർ ഫാമിലി ആണ് 11. 12 ആരാ? യെസ്, 12 സിങ്ക് ഫാമിലി ആണ്. PS അടുത്ത ഫേവറേറ്റ് ഗ്രൂപ്പ് ആണ് ഇത്, 12ാമത്തെ ഗ്രൂപ്പ് സിങ്ക് ഫാമിലി. ഓർത്ത് വെച്ചേക്കണേ, 12ാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താ? സിങ്ക് ഫാമിലി എന്നാണ്. ഇനി അതിനുശേഷമുള്ള ഗ്രൂപ്പുകൾക്കെല്ലാം 1, 2, 3 പേരുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അവയൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ആദ്യം കോമൺ സാധാരണ പറയുന്ന പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചേക്കാം. വളരെ ഈസി ആണെന്നുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ പറയാം. ആദ്യം നമ്മുടെ 13ാമത്തെ ഗ്രൂപ്പിന്റെ പേര് ബോറോൺ ഫാമിലി. കണ്ടോ, 13ാമത്തെ ഗ്രൂപ്പിലെ ആദ്യം മൂലകം ബോറോൺ ആയതുകൊണ്ടാണ് ബോറോൺ ഫാമിലി എന്ന് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ മൂലകമാരാ? യെസ്, അലുമിനിയം ആണ്. അലുമിനിയം ഫാമിലി എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അലുമിനിയം ഫാമിലി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം ബോറോൺ ഫാമിലിയും അലുമിനിയം ഫാമിലിയും കിട്ടി. ഇനി അടുത്തത് നമുക്ക് 14ാമത്തെ ഗ്രൂപ്പിനെ കാർബൺ ഫാമിലി എന്നാണ് അറിയപ്പെടുക. എന്താ? കാർബൺ ഫാമിലി. 15ാമത്തെ ഗ്രൂപ്പിനെ അറിയപ്പെടുന്ന പേരാണ് നമ്മുടെ നൈട്രജൻ ഫാമിലി. 16ാമത്തെ ഗ്രൂപ്പാണ് ഇത്, ഓക്സിജൻ ഫാമിലി. ബോറോൺ ഫാമിലി 13, കാർബൺ ഫാമിലി 14, 15 നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി. 17ന്റെ പേര് ഹാലോജൻസ് എന്നാണ്. ഹാലോജൻസ് അല്ലെങ്കിൽ ഫ്ലൂറിൻ ഫാമിലി. എന്ത് വിളിക്കും? ഫ്ലൂറിൻ ഫാമിലി. 18ാമത്തെ ഗ്രൂപ്പാണ് നമ്മുടെ നോബിൾ ഗ്യാസസ്, അലസവാതകങ്ങൾ. എന്ത് വിളിക്കും അവരെ? അലസവാതകങ്ങൾ. അല്ലേ തന്നെ ഇത്രയും പഠിച്ചു വന്നപ്പോ തന്നെ നമ്മൾ അലസന്മാരായില്ലേ? യെസ്, അതെ, 18 ഗ്രൂപ്പുകളുടെ പേര് പഠിച്ചപ്പോഴത്തേക്കും അല്ലെ, തീർച്ചയായിട്ടും 18ാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താ? അലസവാതകങ്ങൾ. എന്ത് പറയും? അലസവാതകങ്ങൾ. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ആ ഗ്രൂപ്പുകളുടെ മറ്റു പേരുകളിലേക്കൊക്കെ പോകാം. ഇനി അടുത്തത് 1ാമത്തെ ഗ്രൂപ്പിന് വേറൊരു പേരുണ്ട്, ലിഥിയം ഫാമിലി. എന്ത് വിളിക്കും? ലിഥിയം ഫാമിലി. മറക്കല്ലേ. 2ാമത്തെ ഗ്രൂപ്പിന് ബെറീലിയം ഫാമിലി എന്നും മഗ്നീഷ്യം ഫാമിലി എന്നും പേരുണ്ട്. ബെറീലിയം ഫാമിലി എന്നും മഗ്നീഷ്യം ഫാമിലി എന്നും പേരുണ്ട്. തെറ്റത്തില്ലല്ലോ? യെസ്. ഇനി അടുത്തത് നമ്മുടെ 13ാമത്തെ ഗ്രൂപ്പിലേക്ക് വരികയാണ്. 13ാമത്തെ ഗ്രൂപ്പിനെ അറിയപ്പെടുന്ന പേരെന്താന്ന് ചോദിച്ചാല് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് തന്നെ ഐക്കോസാജൻസ് എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഏതാണ് നോക്കിയേ? ഐക്കോസാജൻസ് എന്നറിയപ്പെടുന്നുണ്ട്. ഈ ഐക്കോസാജൻസ് എന്ന പേരിനേക്കാൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയ വേറൊരു പേരും കൂടി ഉണ്ട്. എന്തായിരുന്നു? പറഞ്ഞു, എർത്ത് ഫാമിലി. എന്താണ്? എർത്ത് ഫാമിലി. 13ാമത്തെ ഗ്രൂപ്പിനെ അറിയപ്പെടുന്ന വേറൊരു പേരാണ് എർത്ത് ഫാമിലി. ഐക്കോസാജൻസ് എന്നറിയപ്പെടുന്നവന്മാർ തന്നെയാണ് നമ്മുടെ 13ാമത്തെ ഗ്രൂപ്പാണ്. അപ്പൊ 13ാമത്തെ ഗ്രൂപ്പിന്റെ പേരുകൾ എന്തൊക്കെയാ പഠിച്ചേ? ബോറോൺ ഫാമിലി ഉണ്ട്, അലുമിനിയം ഫാമിലി ഉണ്ട്, എർത്ത് ഗ്രൂപ്പ് ഉണ്ട്, ഐക്കോസാജൻസ് ഉണ്ട്. സെറ്റ് അല്ലേ? എല്ലാ പേരും ഓക്കെ ആണല്ലോ? എങ്ങനെ ചോദിച്ചാലും എഴുതുമല്ലോ? യെസ്. അടുത്തിലേക്ക് വരാം. 14ാമത്തെ ഗ്രൂപ്പ്. 14ാമത്തെ ഗ്രൂപ്പിന്റെ ഒരു പേര് ഞാൻ പറഞ്ഞു തന്നു, കാർബൺ ഫാമിലി എന്ന്. എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന പേര് ഏതാണ്? ക്രിസ്റ്റലോജൻസ്. എന്ത് വിളിക്കും? ക്രിസ്റ്റലോജൻസ്. അപ്പൊ ക്രിസ്റ്റലോജൻസ് എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ കാർബൺ ഫാമിലിയാ. ഇനി അവർക്ക് വേറൊരു പേര് കൂടി ഉണ്ട്, കാർബണോയിഡ്സ്. എന്താ പേര്? കാർബണോയിഡ്സ്. അത് എഴുതി പഠിച്ചോണം കേട്ടോ. കാർബണോയിഡ്സ്. നമ്മൾ എന്താ പറയുന്നത്, ലാന്തനോയിഡ്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ കാർബണോയിഡ്സ്. എളുപ്പല്ലേ? യെസ്. അപ്പോ പേരുകളൊക്കെ ഓർത്ത് വെച്ചേക്കാം. കാർബൺ ഫാമിലി ആണ്, ക്രിസ്റ്റലോജൻസ് ആണ്, പിന്നെ നമ്മൾ വിളിച്ച പേരെന്താ? കാർബണോയിഡ്സ്. ഇനി അടുത്തേക്ക് വരാം. 15ാമത്തെ ഗ്രൂപ്പ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ്, വരാനേറെ ചാൻസ് ഉള്ള ഗ്രൂപ്പ്, നൈട്രജൻ ഫാമിലിയുടെ പേരാണ് നിക്ടോജൻസ്. എന്താണ്? നിക്ടോജൻസ് എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ ആണ്, നിക്ടോജൻ ഫാമിലി. അപ്പൊ നിക്ടോജൻ ഫാമിലി എന്നറിയപ്പെടുന്ന ആരെയാണ്? 15ാമത്തെ ഗ്രൂപ്പിനെയാണ്. അപ്പൊ ഓർത്ത് വെച്ചേക്കണം, നിക്ടോജൻ ഫാമിലി അല്ലെന്നുണ്ടെങ്കിൽ നൈട്രജൻ ഗ്രൂപ്പ് എന്നാണ് ആരെ അറിയപ്പെടുക? 15ാമത്തെ ഗ്രൂപ്പ്. ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം കിടക്കുന്ന ഗ്രൂപ്പിലേക്കാണ്. ഓക്സിജൻ ഫാമിലിയുടെ വേറെ ഒഫീഷ്യൽ നെയിം എന്താണ്? പറഞ്ഞോ. കാൽക്കോജൻസ്. എന്ത് വിളിക്കുന്നു? കാൽക്കോജൻസ്. മറക്കോ? ഇല്ല, കാൽക്കോജൻസ്. അപ്പൊ കാൽക്കോജൻസ് ഏത് ഗ്രൂപ്പാ? 16ാമത്തെ ഗ്രൂപ്പ്. സെറ്റ് അല്ലേ? ഇനി അടുത്ത 17ാമത്തെ ഗ്രൂപ്പ്, ഫ്ലൂറിൻ ഫാമിലിയുടെ പേരെന്താ? ഒഫീഷ്യൽ നെയിം ഹാലോജൻസ്. എന്ത് വിളിക്കുന്നു? ഹാലോജൻസ് എന്നറിയപ്പെടുന്നു. ഇനി അടുത്തത് 18ാമത്തെ ഗ്രൂപ്പ്. എന്തൊക്കെയാ 18ാമത്തെ ഗ്രൂപ്പിന്റെ പേരുകൾ? എല്ലാം പറഞ്ഞു. നമ്മൾ ഒരു പേര് പഠിച്ചു, എന്ത്? അലസവാതകങ്ങൾ. ഓർമ്മയില്ലേ? 18ാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന ഒരു പേരാണ് അലസവാതകങ്ങൾ. വേറൊരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്ത്?
ഉത്കൃഷ്ടവാതകങ്ങൾ. പേര് വന്ന ഓർമ്മയില് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ട മൂലകങ്ങൾ. അലസവാതകങ്ങൾ, ഉത്കൃഷ്ട മൂലകങ്ങൾ ഒക്കെയാണ്. ഇനി അടുത്ത പേര് പറഞ്ഞോ, എന്താണ്? കുലീന മൂലകങ്ങൾ. കുലീന മൂലകങ്ങൾ. ഓക്കെ, ഉത്കൃഷ്ട മൂലകങ്ങൾ, കുലീന മൂലകങ്ങൾ. വേറൊരു പേരെന്താ? നിഷ്ക്രിയ മൂലകങ്ങൾ. എന്ത് വിളിക്കുന്നു? നിഷ്ക്രിയ മൂലകങ്ങൾ. ഈ ഉത്കൃഷ്ട മൂലകങ്ങളെന്നും കുലീന മൂലകങ്ങളെന്നും നിഷ്ക്രിയ മൂലകങ്ങളെന്നും പറഞ്ഞാലും ഇംഗ്ലീഷ് ഇനേർട്ട് ഗ്യാസസ് എന്ന് തന്നെയാണ് കേട്ടോ. ഇനേർട്ട് ഗ്യാസസ്. അപ്പോൾ അലസവാതകങ്ങളെ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും? ദേ കൊടുത്തേക്കുന്നത് നോബിൾ ഗ്യാസസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നോബിൾ ആണ്, നോബിൾ ഗ്യാസസ്. ഉത്കൃഷ്ടവാതകങ്ങളാണെങ്കിലും കുലീനവാതകങ്ങളാണെങ്കിലും നിഷ്ക്രിയ വാതകങ്ങൾ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാ? നോബിൾ ഗ്യാസസ് തന്നെയാ. വേറൊരു പേരോട് നമ്മൾ പറയും, എന്താണ്? ഇനേർട്ട് ഗ്യാസസ്. എന്ത് പറയും? ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയും. ഇനി വേറെയും പേര് പറഞ്ഞേ. യെസ്, അപൂർവ മൂലകങ്ങൾ. എന്ത് വിളിക്കുന്നു? അപൂർവ മൂലകങ്ങൾ. ഓർത്ത് വെച്ചേക്കുക, അപൂർവ മൂലകങ്ങൾ ഏത് തന്നെയാ? 18ാമത്തെ ഗ്രൂപ്പ് തന്നെയാണ്. ഇനി 18ാമത്തെ ഗ്രൂപ്പിന്റെ അടുത്ത പേര് മനസ്സിൽ വന്നില്ലേ? എല്ലാവരുടെയും വാലൻസി 0 അല്ലേ? അപ്പൊ എന്ത് വിളിക്കും? അതെ, 0 ഗ്രൂപ്പ് മൂലകങ്ങൾ. എന്ത് വിളിക്കാം? 0 ഗ്രൂപ്പ് മൂലകങ്ങൾ. അതായത് നമ്മുടെ 0 ഗ്രൂപ്പ് എലമെന്റ്സ്. ഇനി ഇവർക്കുമുണ്ട് ഒരു പേര്, എന്താണ്? എയ്റോജൻസ്. എല്ലാരും വാതകങ്ങളല്ലേ, അതുകൊണ്ട് ഇവരെ എല്ലാവരും എന്ത് വിളിക്കും? എയ്റോജൻസ് എന്ന് വിളിക്കും. ഓർത്ത് വെച്ചേക്ക, എയ്റോജൻസ് എന്നറിയപ്പെടുന്ന ആരാണ്? യെസ്, നമ്മുടെ 18ാമത്തെ ഗ്രൂപ്പാണ്. അപ്പൊ എല്ലാവർക്കും പേര് കിട്ടിയില്ലേ? ഒന്ന് പറയാം. 13 മുതൽ 18 വരെ ഉള്ളവർക്ക് സാധാ നെയിമും ഉണ്ട്, ഒഫീഷ്യൽ നെയിമും ഉണ്ട്. ഒഫീഷ്യൽ നെയിമേ നമ്മളോട് ചോദിക്കുള്ളൂ. ഒഫീഷ്യൽ നെയിമിലെ 13 ഐക്കോസാജൻസ് ഉണ്ട്, 14 ഐക്കോസാജൻസ്, ക്രിസ്റ്റലോജൻസ്, നിക്ടോജൻസ്, ചാൽക്കോജൻസ്, ഹാലോജൻസ്, എയ്റോജൻസ്. എളുപ്പല്ലേ? ഐക്കോസാജൻസ്, ക്രിസ്റ്റലോജൻസ്, നിക്ടോജൻസ്, ചാൽക്കോജൻസ്, ഹാലോജൻസ്, പിന്നെന്താണ്? എയ്റോജൻസ്. ചാൽക്കോജൻസ് എന്നല്ല, കാൽക്കോജൻസ് എന്നാണ് കേട്ടോ. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, എല്ലാ ജെൻസിന്റെയും പേര് പറഞ്ഞിട്ടുണ്ടോ? ഓർത്ത് വെച്ചേക്ക, സിമ്പിൾ ആണ്. ഒരു മാർഗ്ഗം പെട്ടെന്ന് കിട്ടുന്നതാണ്, ഗ്രൂപ്പുകളുടെ പേരാണ് അല്ലെ. അപ്പൊ നമ്മള് 18 ഗ്രൂപ്പുകളുടെയും എല്ലാ പേരുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ചിലപ്പോ 18ാമത്തെ ഗ്രൂപ്പിനെ ഹീലിയം ഫാമിലി എന്ന് വിളിക്കാം. അങ്ങനെ വിളിച്ചാലും ശരി തന്നെ കേട്ടോ. ഹീലിയം ഫാമിലിയും ശരി തന്നെയാണ്. ഇപ്പൊ ഓർത്ത് വെച്ചേക്ക, അലസവാതകങ്ങൾ, ഉത്കൃഷ്ടവാതകങ്ങൾ, കുലീന മൂലകങ്ങൾ, നിഷ്ക്രിയ മൂലകങ്ങൾ, അപൂർവ മൂലകങ്ങൾ, 0 ഗ്രൂപ്പ് മൂലകങ്ങൾ, എയ്റോജൻസ്, ഹീലിയം ഫാമിലി, നോബിൾ ഗ്യാസസ്, ഇനേർട്ട് ഗ്യാസസ്, എല്ലാവരും തന്നെയാ നമ്മുടെ 18ാമത്തെ ഗ്രൂപ്പ് തന്നെയാണ്. അതൊക്കെ എന്തോരം പേരുകളാണ്. പെട്ടെന്ന് അപൂർവ മൂലകങ്ങൾ കാണപ്പെടുന്ന ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഡൗട്ട് വരും. വരത്തില്ലേ? സ്വാഭാവികമായിട്ട് വരും. അപൂർവ മൂലകം എന്നറിയപ്പെടുന്ന അസ്റ്റാറ്റിന പഠിച്ചു വെച്ചിട്ടുണ്ട്. അപൂർവ മൂലകം എന്ന് ചോദിച്ചാൽ അസ്റ്റാറ്റിൻ പറയണം. പക്ഷെ ചോദ്യം എന്താ? അപൂർവ മൂലകങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏത്? അപ്പൊ പെട്ടുപോകത്തില്ലേ? പെട്ടുപോകരുത്. എന്താണ്? യെസ്, അത് 18ാമത്തെ ഗ്രൂപ്പാണ്. ഇനി കുറച്ച് പേര് ഡൗട്ട് വന്ന് കാണും. എനിക്കറിയാം ആ ഡൗട്ട് എന്താണെന്ന്. ഡൗട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മനസ്സിൽ വന്ന ഡൗട്ട് ഇതാണ്. യെസ്, ലാന്തനോയിഡ്സ് ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അവിടെയും ഇതുപോലെ അപൂർവം ചേർത്തൊരു പേരുണ്ടല്ലോ, അത് തന്നെ പറഞ്ഞുതരാം. ലാന്തനോയിഡ്സ് എവിടെ മുതൽ എവിടെ വരെയാ ലാന്തനോയിഡ്സ്? വേണ്ടേ, 57 മുതൽ പറഞ്ഞോ 71 വരെയുള്ള എലമെന്റ്സിനെ അറിയപ്പെടുന്ന പേരാണ് ലാന്തനോയിഡ് സീരീസ് അല്ലെങ്കിൽ ലാന്തനോയിഡുകൾ. ഈ ലാന്തനോയിഡുകളെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? പറഞ്ഞോ, റെയർ എർത്ത്. പേര് പറഞ്ഞോ, റെയർ എർത്ത്. പേര് പഠിച്ചോണ്ടേ, റെയർ എർത്ത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ലാന്തനോയിഡ്സിനെ മാത്രമല്ലല്ലോ റെയർ എർത്ത് എന്നറിയപ്പെടുക. അതെ, ലാന്തനോയിഡ്സിനെ മാത്രമല്ല റെയർ എർത്ത് എന്നറിയപ്പെടുക. ആരെ കൂടെ റെയർ എർത്ത് എന്നറിയപ്പെടുന്നുണ്ട്? നമ്മുടെ ഇട്രിയത്തെയും സ്കാൻഡിയത്തെയും അറിയപ്പെടുന്നുണ്ട്. ഇട്രിയത്തെയും പിന്നെ ആരെയാണ്? സ്കാൻഡിയത്തെ നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നുണ്ട്? റെയർ എർത്ത് എന്നറിയപ്പെടുന്നുണ്ട്. പക്ഷെ ഈ ഇട്രിയവും സ്കാൻഡിയവും ലാന്തനോയിഡ് സീരീസ് വരുന്നുണ്ടോ? ഇല്ല. അത് ശ്രദ്ധിച്ചോണം. ലാന്തനോയിഡ് സീരീസ് എവിടെ മുതൽ എവിടെ വരെയാന്ന് ചോദിച്ചാൽ ലെന്താനം മുതൽ ലുട്ടേഷ്യം വരെ ഉള്ളൂ. 57 മുതൽ എവിടെ വരെയാ? 71 വരെ ഉള്ളൂ. 57 മുതൽ എവിടെയാ? 71 വരെ ലാന്തനോയിഡ് സീരീസ് വരുന്നുള്ളൂ. പക്ഷേ ലാന്തനോയിഡ് സീരീസിന് അറിയപ്പെടുന്ന വേറൊരു പേര് കൂടിയാണ് എന്ത്? റെയർ എർത്ത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, റെയർ എർത്ത് എന്നറിയപ്പെടുന്ന ലാന്തനോയിഡ് സീരീസിലുള്ള മൂലകങ്ങളെ മാത്രമാണോ? അല്ല, ആരെയും കൂടെ വിളിക്കുന്നുണ്ട്. ഇട്രിയത്തെയും സ്കാൻഡിയത്തെയും വിളിക്കുന്നുണ്ട്. ഓർത്ത് വെച്ചിങ്ങനെ, ഇട്രിയവും സ്കാൻഡിയവും എന്ത് തന്നെയാ? റെയർ എർത്ത് ആണ്. പക്ഷെ അവരെന്തല്ല? ലാന്തനോയിഡ് അല്ല. അതും ശ്രദ്ധിച്ചു. അവിടൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കയറി വരും. നന്നായി ശ്രദ്ധിച്ചു വെച്ചോ, മാറുകൊണ്ട് കളയല്. ഇനി അടുത്തേക്ക് വരാം. ആക്ടിനോയിഡ് സീരീസ് പറഞ്ഞോ. ആക്ടിനോയിഡ് സീരീസ് എവിടെ മുതൽ എവിടെ വരെയാ? യെസ്, വേണ്ട നമ്മുടെ ആക്ടീനിയം മുതൽ എവിടെ വരെ? ലോറൻഷ്യം വരെ. ആക്ടീനിയം മുതൽ
ലോറൻഷ്യം വരെയാണ്. ഓർത്ത് വെച്ചേക്കണം. നമ്മുടെ AC എന്ന് പറയപ്പെടുന്ന എലമെന്റ് മുതൽ LR എന്ന് പറയപ്പെടുന്ന ലോറൻഷ്യം വരെയുള്ള എലമെന്റ് ആണ്. 89 മുതൽ എവിടെ വരെ 103 വരെയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലാന്തനോയിഡ് സീരീസ് എന്ന് വിളിക്കുക. ഇവർക്ക് ഒരു പേര് ഞാൻ പറഞ്ഞു തന്നില്ലേ, ഓർമ്മയുണ്ടോ? പറഞ്ഞോ, റേഡിയോ ആക്റ്റീവ്. പറഞ്ഞോ, റേഡിയോ ആക്റ്റീവ് റെയർ എർത്ത്. ഇവരെ അറിയപ്പെടുന്ന പേരെന്താ? റേഡിയോ ആക്റ്റീവ് റെയർ എർത്ത് എന്നറിയപ്പെടുന്നു. അപ്പൊ റേഡിയോ ആക്റ്റീവ് റെയർ എർത്ത് എന്നറിയപ്പെടുന്ന ആരെയാ? ആക്ടിനോയിഡ് സീരീസിനെ. വെറും റെയർ എർത്ത് എന്നറിയപ്പെടുന്ന സീരീസ് ഏതാ? ലാന്തനോയിഡ് സീരീസ്. ലാന്തനോയിഡ് സീരീസിലുള്ള മൂലകങ്ങൾ മാത്രമാണോ റെയർ എർത്ത്? അല്ല, ലാന്തനോയിഡ് സീരീസിൽ അല്ലാത്ത 2 മൂലകങ്ങൾ കൂടിയുണ്ട്. ഇത് എവിടെയും കൊടുത്തിട്ടുണ്ട് കണ്ടോ. റെയർ എർത്ത് എലമെന്റ്സ് എന്നറിയപ്പെടുന്ന ആരൊക്കെയാ? 57 മുതൽ 71 വരെയുള്ള എലമെന്റ്സും പിന്നെ അറ്റോമിക് നമ്പർ 21ഉം 39ഉം. 21 ആരാ? സ്കാൻഡിയം. 39 ആരാണ്? ഇട്രിയം. അല്ലെ, നിങ്ങൾ നിറം വെച്ച് നോക്ക്. റെയർ എർത്തിന് നിറം കൊടുത്തിരിക്കുന്നുണ്ടല്ലേ? യെസ്. അപ്പൊ ഓർത്ത് വെച്ചോണം. ഇത്രയുമാണ് നമുക്ക് ഇവിടെ നിന്ന് പ്രധാനമായിട്ട് ഓർത്ത് വെച്ചേക്കാനുള്ള കാര്യങ്ങൾ. എർത്ത് ഫാമിലി എന്ന് ചോദിച്ചാൽ 13ാമത്തെ ഗ്രൂപ്പാണ്. എർത്ത് ഫാമിലി 13ാമത്തെ ഗ്രൂപ്പ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, നമ്മളപ്പോ കാൽക്കോജൻസിൽ നിന്നാണ് ഇവിടെ ഇത്ര എത്തിയ അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത വളരെ എളുപ്പമുള്ള മറ്റൊരു ചോദ്യമാണ്. താഴെ നൽകിയിരിക്കുന്നതിൽ ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം ഏതാണ്? എളുപ്പമുള്ള ചോദ്യം അല്ലെ. ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം ഏതാണ്? ഓക്കെ, ഏതൊക്കെയുണ്ട് ചോദ്യങ്ങള്? CH4 മീഥേൻ ഉണ്ട്, PCl5 അതായത് നമ്മുടെ ഫോസ്ഫറസ് പെന്റാ ക്ലോറൈഡ് കിടപ്പുണ്ട്, പിന്നെ ആരുണ്ട്? H2O വാട്ടർ, CO2 കാർബൺ ഡൈ ഓക്സൈഡ്. ഇത്രയും പേര് ഓപ്ഷനിലുണ്ട്. ഓക്കെ, നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. ആൻസർ ആയിട്ട് വരുന്ന ആരാണ്? ഓപ്ഷൻ ബി ആണ്. PCl5 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒക്ടറ്റ് നിയമം എന്താണെന്ന് നോക്കിയാലോ. യെസ്, ഒക്ടറ്റ് നിയമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം ആൻസർ എന്താണ്? PCl5 ആണ്. ഒക്ടറ്റ് നിയമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബോണ്ടിങ്. നമുക്കറിയാം ബോണ്ടിങ് ചെയ്യുന്നുണ്ടല്ലോ. ബോണ്ടിങ് വഴിയാണല്ലോ, അതായത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ബോണ്ടിങ് വഴിയാണ് എലമെന്റ്സ് എന്തായിട്ട് മാറുന്നത്? സ്ഥിരത കൈവരിക്കുക എന്നൊക്കെ, കോമ്പൗണ്ട്സ് സ്ഥിരത കൈവരിക്കുക എന്ന് നമുക്കറിയാം. അപ്പൊ ബോണ്ടിങ്ങിന് ശേഷം ആറ്റങ്ങളുടെ വാലൻസ് ഷെല്ലില്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെയാണ് നമ്മൾ വാലൻസ് ഷെൽ എന്ന് വിളിക്കുക. ഓക്കെ, വാലൻസ് ഷെല്ലില് ഇലക്ട്രോണുകൾ ഉണ്ടാകുമെന്നത് ഒക്ടറ്റ് നിയമം പറയുന്നു. ഓക്കെ, 8 ഇലക്ട്രോണുകൾ ഉണ്ടാവണമെന്നാണ്. 8 കേട്ടോ, 8 ഓർത്ത് വെച്ചേക്കണേ. അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. ബോണ്ടിങ്ങിന് ശേഷം ആറ്റങ്ങളുടെ വാലൻസ് ഷെല്ലില് 8 ഇലക്ട്രോണുകൾ ഉണ്ടാകണം. അതാണ് ഒക്ടറ്റ് നിയമം പറയുന്നത്. വാലൻസ് ഷെൽ എന്ന് വെച്ചാൽ ബാഹ്യതമ ഷെല്ല്, ഏറ്റവും അവസാനത്തെ ഷെല്ല്, അല്ലെങ്കിൽ നമ്മളോട് പറയും സംയോജക ഷെല്ല് എന്നൊക്കെ പറയും. സംയോജക ഷെല്ല് മലയാളമാണ്, വാലൻസ് ഷെല്ല് ഇംഗ്ലീഷ് ആണ്. പിന്നെ നമ്മൾ പറയുന്നത് തനി മലയാളം ബാഹ്യതമ ഷെല്ല്. ഇതെല്ലാം നമ്മുടെ അവസാനത്തെ ഷെല്ലാണ് കേട്ടോ. ഈ അവസാനത്തെ ഷെല്ല് എത്ര ഇലക്ട്രോൺസ് വേണം? 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ സംയുക്തം എന്തായിരിക്കും? ഒക്ടറ്റ് നിയമം പാലിച്ചിരിക്കുന്ന ഒരു സംയുക്തമാണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ആരില്ല? PCl5 അത് പാലിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്കൊന്ന് ബോണ്ടിങ് ചെയ്ത് നോക്കിയാലോ. യെസ്, നോക്കാം. ഇവിടെ ബോണ്ടിങ് ഒക്കെ ഞാൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോണ്ടിങ്ങിലേക്ക് വരാം. ബോണ്ടിങ്ങിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ആരെയാണ്? നമ്മുടെ മീഥൈനെയാണ്. CH4 എന്ന് പറയപ്പെടുന്ന ആരാണ്? മീഥൈൻ ആണ് അല്ലെ. CH4 മീഥൈൻ ആണ്. മീഥൈനിലെ സെൻട്രൽ ആറ്റത്തെ കണ്ടുപിടിക്കണം. എങ്ങനെയാ സെൻട്രൽ ആറ്റത്തെ കണ്ടുപിടിക്കുന്നത്? യെസ്, തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ രാസസൂത്രം എഴുതുക. മീഥൈന്റെ രാസസൂത്രം എന്താണ്? CH4. അതില് അതായത് ഈ പറഞ്ഞ CH4-ല് എണ്ണത്തിൽ കുറവുള്ളതാരോ അതായിരിക്കും സെൻട്രൽ ആറ്റം. ഓക്കെ, ഇവിടെ കാർബൺ ഒരാളെ ഉള്ളൂ. ഹൈഡ്രജൻ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. ഒരു കാർബൺ 4 ഹൈഡ്രജൻ. എണ്ണത്തിൽ കുറവാരാടെ? കാർബൺ ഒരാൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ സെൻട്രൽ ആറ്റം ആരാണ്? കാർബൺ. നമ്മൾ സെൻട്രൽ ആറ്റത്തെ കണ്ടുപിടിച്ചു. സെൻട്രൽ ആറ്റം ആരാണ്? കാർബൺ. ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം കാർബണിന്റെ അറ്റോമിക് നമ്പർ ആണ്. കാർബണിന്റെ അറ്റോമിക് നമ്പർ പറഞ്ഞേ. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. ഓക്കെ, ഇനി കാർബണിന്റെ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതാം നമുക്ക്. ഓക്കെ, ആദ്യത്തെ ഷെല്ല് ഏതാണ്? K ഷെല്ല്. എത്ര പേരെ കൊടുക്കാം? 2 പേരെ കൊടുക്കാം. അടുത്ത ഷെല്ല് L ഷെല്ല്. എത്ര പേരെ കൊടുക്കുന്നു? 4 പേരെ കൊടുക്കുന്നു. നോക്കിയേ, ഔട്ടർ മോസ്റ്റ് ഷെല്ല് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? കാർബണിന് 4 ഇലക്ട്രോൺസേ ഉള്ളൂ. എത്ര വരെ ഉള്ളൂ? 4 ഇലക്ട്രോൺസേ ഉള്ളൂ. സ്റ്റേബിൾ ആണോ കാർബൺ? കാർബൺ സ്റ്റേബിൾ അല്ല. കാർബൺ സ്റ്റേബിൾ ആവണം. എന്ത് ചെയ്യണം? യെസ്, തീർച്ചയായിട്ടും 4 ഇലക്ട്രോൺസിനെ നേടിയെടുക്കണം, അല്ലെങ്കിൽ 4 ഇലക്ട്രോൺസുമായിട്ട് ഷെയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ കാർബൺ എന്താവത്തുള്ളൂ? സ്റ്റേബിൾ ആവുകയുള്ളൂ. അപ്പൊ കാർബൺ സ്റ്റേബിൾ അല്ല. കാർബണിന്റെ ഔട്ടർ മോസ്റ്റിലുള്ള 4 ഇലക്ട്രോണിനെ നമുക്കിവിടെ ഒന്ന് വരച്ചാലോ. ദാണ്ട് 1 ഇലക്ട്രോൺ, ദേണ്ട 1 ഇലക്ട്രോൺ, ദാണ്ട് ഇവിടെ 1 ഇലക്ട്രോൺ, ദാണ്ട് ഇവിടെ 1 ഇലക്ട്രോൺ. ഓക്കെ ആണ്.
ഇനി കാർബണിനൊപ്പം കൂട്ടത്തിൽ കൂടാൻ വന്നിരിക്കുന്ന ആരാണ്? നമ്മുടെ ഹൈഡ്രജൻ ആണ് അല്ലെ. എത്ര ഹൈഡ്രജൻ വന്നിട്ടുണ്ട്? 4 ഹൈഡ്രജൻ വന്നിട്ടുണ്ട്. നമുക്ക് ആ 4 ഹൈഡ്രജനെയും കൂടെ ഇതിലേക്ക് ബോണ്ടിങ്ങിൽ ചേർത്താലോ? യെസ്, നോക്കാം. ദാണ്ട് ഇവിടോട്ട് നമ്മള് ഒരു ബോണ്ടിങ് നടത്തിയിരിക്കുന്നു. ദാ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണിനെ കൊടുത്തു. ഇവിടേക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണിനെ കൊടുക്കാം. കണ്ടല്ലോ. ഇനി എന്ത് ചെയ്യാം? ഇവിടേക്കും ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണിനെ കൊടുക്കാം. ഇവിടേക്കും നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണിനെ കൊടുക്കാം. നമുക്ക് നോക്കാം. ഹൈഡ്രജന്റെ ബാഹ്യതമ ഷെല്ല് എത്ര ഇലക്ട്രോണിനെ കിട്ടിയാൽ ഹൈഡ്രജന് സ്റ്റേബിൾ ആവാം? ഹൈഡ്രജൻ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ഒരു ഇലക്ട്രോണിനെ കിട്ടിക്കഴിഞ്ഞാൽ കെ ഷെല്ല് കംപ്ലീറ്റ് ആയി. ഹൈഡ്രജൻ എന്ത് ചെയ്യാം? എന്താണ്? സ്റ്റേബിൾ ആവാം. നോക്കിയേ, ഈ ഹൈഡ്രജൻ സ്റ്റേബിൾ അല്ലേ? 2 ഇലക്ട്രോൺ അല്ലേ? സ്റ്റേബിൾ ആണ്. ഈ ഇലക്ട്രോൺ സ്റ്റേബിൾ അല്ലേ? ഈ ഹൈഡ്രജൻ സ്റ്റേബിൾ അല്ലേ? ആണ്. ഈ ഹൈഡ്രജൻ സ്റ്റേബിൾ അല്ലേ? ആണ്. ഈ ഹൈഡ്രജൻ സ്റ്റേബിൾ അല്ലേ? ആണ്. ഇനി കാർബൺ എന്താ വേണ്ടേ? യെസ്, 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ കാർബണിനും എന്താവാം? സ്റ്റേബിൾ ആവാം. ഓക്കെ, നമുക്ക് നോക്കാം കാർബണിന് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കണേ. നിങ്ങൾ ഞാൻ വരയിടുന്ന വെച്ചിട്ട് നിങ്ങൾ എണ്ണി നോക്കണേ. എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കിയേ. എല്ലാം കൂടെ നിന്ന് നോക്കിയേ. യെസ്, കാർബൺ 2, 4, 6, 8. കാർബൺ സ്റ്റേബിൾ ആയില്ലേ? യെസ്, കാർബൺ സ്റ്റേബിൾ ആയിരിക്കുന്നത് 8 ഇലക്ട്രോണിനെ നേടിയാണ്. കാർബൺ സ്റ്റേബിൾ ആയിരിക്കുന്നത് എങ്ങനെയാ? 8 ഇലക്ട്രോണിനെ നേടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും കാർബൺ ഒക്ടറ്റ് നിയമം പാലിച്ചിരിക്കുന്നു. സെൻട്രൽ ആറ്റം ഒക്ടറ്റ് നിയമം പാലിച്ചിരിക്കുകയാണ്. അപ്പൊ കാർബൺ ഒക്ടറ്റ് നിയമം പാലിച്ചിരിക്കുന്നു. കണ്ടില്ലേ? യെസ്. ഇനി നമുക്ക് നമ്മുടെ വാട്ടറിലേക്ക് വരാം. വാട്ടറിന്റെ സിമ്പിൾ എന്താ? H2O എന്നാണ്. വാട്ടറിന്റെ സിമ്പിൾ H2O. ഈ H2Oക്കകത്തെ സെൻട്രൽ ആറ്റത്തെ കണ്ടുപിടിക്കണം. അതാണ് ആദ്യത്തെ ജോലി. എങ്ങനെയാ സെൻട്രൽ ആറ്റത്തെ കാണുന്നത്? എണ്ണത്തിൽ കുറവുള്ള ആളാണ് സെൻട്രൽ ആറ്റം. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ 2 പേര്, ഓക്സിജൻ ഒരാള്. എണ്ണത്തിൽ കുറവാരാ? ഓക്സിജൻ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ സെൻട്രൽ ആറ്റം ആരാണ്? ഓക്സിജൻ. നമ്മൾ സെൻട്രൽ ആറ്റത്തെ വരച്ചു കഴിഞ്ഞു. സെൻട്രൽ ആറ്റത്തെ കിട്ടിയിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യണ്ടേ? ഓക്സിജന്റെ അറ്റോമിക് നമ്പർ അറിയണം. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 8 ആണ്. ഇലക്ട്രോൺ വിന്യാസം പറഞ്ഞേ. കെ ഷെല്ലിലേക്ക് 2 പേര്, എൽ ഷെല്ലിലേക്ക് 6 പേരെ കൊടുത്തു. സ്റ്റേബിൾ ആണോ ഓക്സിജൻ? ഓക്സിജൻ സ്റ്റേബിൾ അല്ല. ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 പേരേ ഉള്ളൂ. 8 പേരായാലേ സ്റ്റേബിൾ ആവത്തുള്ളൂ. ഓക്കെ, ബോണ്ടിങ്ങിൽ ഏർപ്പെടാം. നമുക്ക് നോക്കാം. എസ് ബോണ്ടിങ്ങിലേക്ക് വരാം. ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓക്സിജന്റെ കയ്യിൽ എത്ര പേരുണ്ട്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 പേരുണ്ട്. ഓക്കെ, 6 പേരെ പുള്ളി സ്വന്തമായിട്ട് ബോണ്ടിങ് ചേർത്ത് കണ്ടേ. ഇവിടെ ഇതുകൊണ്ട് വരയ്ക്കാമേ. നാണ്ട് ആദ്യത്തെ 2 എലമെന്റ്സ് കണ്ടല്ലോ. യെസ്, ലോൺ പെയറുകളുണ്ട്. വേണ്ട, ഇവിടെയും ലോൺ പെയറുകളാണ്. ഇനി നമുക്ക് 2 ഇലക്ട്രോൺ കൂടി ഉണ്ട്. ഓക്കെ, അവരെ നമുക്ക് എന്ത് ചെയ്യാം? സിംഗിൾ ആയിട്ട് കൊടുക്കാം. ഓക്കെ, നാണ്ട് സിംഗിൾ ആയിട്ടും കൊടുത്തു. സിംഗിൾ ആയിട്ട് കൊടുത്തില്ലെങ്കിലും ഒരിടത്ത് കൊടുത്തിട്ട് ഒരു ലോൺ പെയർ ആക്കി മാറ്റിയാലും മതി, കുഴപ്പമില്ല. നമുക്ക് ബോണ്ട് പെയർ ആയിട്ട് കൊടുക്കാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും നാണ്ട് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. 6 പേരെ ഞാൻ ഇങ്ങനെ വരച്ചു. ഇനി ഈ എത്ര പേരാണ് നമ്മുടെ കൂടെ ബോണ്ട് ചേരാൻ വന്നിരിക്കുന്നത്? 2 ഹൈഡ്രജൻ ബോണ്ട് ചേരാൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഹൈഡ്രജനെ കൊടുക്കാം. ഇതാണ്ട് ഇവിടെ ഒരു ഹൈഡ്രജനെ കൊടുത്തു. ഇവിടെ എന്ത് ചെയ്യാം? ഒരു ഹൈഡ്രജനെ കൊടുത്തു. ഓക്കെ, വരച്ചിരിക്കുന്നതിന് വൃത്തിക്കുറവുണ്ട്. അതുപോലൊക്കെയാണ് വരച്ചേക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചതേ ഉള്ളൂ. അപ്പൊ നോക്കിയേടെ, ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ ആയ സ്റ്റേബിൾ ആവില്ലേ? നോക്കിയേ, ഈ ഹൈഡ്രജന് 2 ഇലക്ട്രോൺസ് ഉണ്ട്, ഹൈഡ്രജൻ സ്റ്റേബിൾ. ഈ ഹൈഡ്രജന് 2 ഇലക്ട്രോൺസ് ഉണ്ട്, ഹൈഡ്രജൻ സ്റ്റേബിൾ. ഓക്സിജൻ സ്റ്റേബിൾ ആവണമെങ്കിൽ 8 ഇലക്ട്രോൺസ് വേണ്ടേ? ബാഹ്യതമ ഷെല്ലില് നോക്കിയേ, 8 പേരുണ്ടോ? നോക്കിയേ. ദേണ്ട വരച്ചു വെച്ചേക്ക്. നോക്കിയേ, 2, 4, 6, 8. ഓക്സിജനും ഒക്ടറ്റ് നിയമം പാലിച്ചിരിക്കുന്നു. യെസ്, ഓക്സിജൻ എന്തായിരിക്കുന്നു? ഒക്ടറ്റ് നിയമം പാലിച്ചാണ് സ്റ്റേബിൾ ആയിരിക്കുന്നത്. അപ്പൊ അതാ ഇവിടെ മീഥേനും ഒക്ടറ്റ് നിയമം പാലിച്ചിരിക്കുന്നു. വാട്ടറും എന്ത് ചെയ്തിരിക്കുന്നു? ഒക്ടറ്റ് നിയമം പാലിച്ചിരിക്കുന്നു. ഇനി ഇവിടെ ആരാ കൊടുത്തേക്കുന്നത്? നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്തിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഒക്ടറ്റ് നിയമം പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ? യെസ്, നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് എന്താ സിമ്പല്? CO2 ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്ത് കണ്ടുപിടിക്കണം? സെൻട്രൽ ആറ്റത്തെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? കാർബൺ ആണോ ഓക്സിജൻ ആണോ? എണ്ണത്തിൽ കുറവുള്ള ആളാരാണ്? ഒരു കാർബണും 2 ഓക്സിജൻ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? കാർബൺ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സെൻട്രൽ ആറ്റത്തെ കിട്ടിയിരിക്കുകയാണ്. കാർബണിനെ കിട്ടിയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അതിനുശേഷം നമുക്കറിയാം കെ ഷെല്ലിൽ 2 പേര്, എൽ ഷെല്ലിൽ 4 പേരെ നിറച്ചു. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര പേരുണ്ട്? യെസ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമുക്ക് 4 പേരാണുള്ളത്. നമുക്ക് ആ 4 പേരെയും എന്ത് ചെയ്യാം? ബോണ്ട് ചേർക്കാം. നോക്കാം. എസ് ബോണ്ട് ചേർക്കാൻ വേണ്ടി താണ്ടേ ഇവിടേക്ക് നമ്മൾ 2 പേരെ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? 2 പേരെ, 2 ലോൺ പെയറുകളെ നമ്മൾ നിർമ്മിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാൻ പോവാണ്? കൂടെ വന്നിരിക്കുന്ന എത്ര പേരാണ് ചേരാൻ? ഓക്സിജൻ ആണ് വന്നിരിക്കുന്നത് അല്ലെ. ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റിൽ എത്ര പേരുണ്ട്? 6 പേരുണ്ടെന്ന് നമുക്കറിയാം അല്ലെ. നമുക്ക് നോക്കാം. ഇതേണ്ട ഓക്സിജൻ ഇവിടെ വന്ന് ചേരാൻ പോവാണ്. ഓക്സിജൻ ഈ കളർ നോക്കാം. ഓക്കെ, ഇത് ഓക്സിജൻ ആണ്. ഓക്സിജൻ എത്ര പേരുണ്ട്? യെസ്, 2 പേര്. 2 2 4, 2 6 പേര്. കണ്ടോ, ഓക്സിജനിലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 പേരെയും വരച്ചിട്ടുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്സിജനിൽ എത്ര പേരുണ്ട്? 6 പേരാണ്. 2 4 വേണ്ടേ 6 പേരുണ്ട്.
ഓക്കെ ആണ്. നിങ്ങൾ നോക്കിയേ, നമ്മുടെ ഓക്സിജനും എന്തായിട്ടുണ്ട്, സ്റ്റേബിൾ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, കാർബണും ഇവിടെ സ്റ്റേബിൾ ആയി മാറിയിരിക്കുകയാണ്. ഓക്കെ ആണോ? നോക്കിയേ, കാർബണിൽ 4 4 8 ഇലക്ട്രോൺസ് ഉണ്ടോ നോക്കിയേ. ഏതാണ്ട് 2 4 6 8 ഇല്ലേ? ഞാൻ വരയ്ക്കാതെ തന്നെ നിങ്ങൾക്കറിയാം, ചുമ്മാ ഒന്ന് വരച്ച് കാണിക്കുവാണേ. 8 പേരായിട്ടുണ്ട്. ഇനി ഇവിടെ ഉള്ള ഓക്സിജൻ 8 പേരുണ്ടെന്ന് നോക്കിയേ. ഈ ഓക്സിജൻ 8 പേരുണ്ടോന്ന് നോക്കിയേ. 2 4 6 8 8 പേരുണ്ടല്ലോ. ഇവിടുത്തെ ഓക്സിജൻ നോക്കിയേ, നോക്കിയേ 2 4 6 8. ഓക്സിജൻ സ്റ്റേബിൾ അല്ലേ? അതെ. അതായത് കാർബൺ ഡൈ ഓക്സൈഡും ഒക്ടറ്റ് നിയമം പാലിച്ച് തന്നെയാണ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. ഇനി കൊടുത്തേക്കുന്ന ആരാണ്? PCl5 ആണ്. ഓക്കെ ആണ്, PCl5 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? PCl5ലേക്ക് വരാം. PCl5 എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് വരയ്ക്കാമേ. PCl5 ഇപ്പോ ഇതാണ്ട് ഇവിടെ വരാം. PCl5 ആണ്. PCl5 ഇവിടുത്തെ സെൻട്രൽ ആറ്റം ആരാ? ഫോസ്ഫറസ് ആണോ ക്ലോറിൻ ആണോ വരുന്നേ? തീർച്ചയായിട്ടും ഇവിടുത്തെ സെൻട്രൽ ആറ്റമായിട്ട് വരാൻ പോകുന്ന ആരാണ്? ഫോസ്ഫറസ് ആണ്. കാരണം എണ്ണത്തിൽ കുറവ് ആരാണ്? ഫോസ്ഫറസ്. ഫോസ്ഫറസിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 15 ആണ്. ഇലക്ട്രോൺ വിന്യാസം K ഷെല്ലിൽ 2 പേര്, L ഷെല്ലിൽ 8 പേര്, M ഷെല്ലിൽ എത്ര പേര് വരും? ഇവിടെ 5 പേര് വരും. ഓക്കെ ആണ്. ഇത്രയും സെറ്റ് ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 പേരേ ഉള്ളൂ. നമുക്ക് ഫോസ്ഫറസിനെ എടുക്കാം. ഫോസ്ഫറസിനെ എടുത്തു സെൻട്രൽ ആറ്റമായിട്ട്. 5 എലമെന്റ്സ് ഉണ്ട് അല്ലെ? 1 2 3 4 5 പേരെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഔട്ടർ മോസ്റ്റിലുള്ള 5 പേരെ കൊടുത്തിരിക്കുകയാണ്. ഇനി ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ ആരാ വന്നേക്കുന്നത്? യെസ്, ക്ലോറിൻ ആണ് വന്നിരിക്കുന്നത് അല്ലെ? ക്ലോറിൻ എന്ന് പറയപ്പെടുന്നതിന് ഔട്ടർ മോസ്റ്റിൽ എത്ര ഉണ്ടെന്ന് നമുക്കറിയാം. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 17 2 8 7 അല്ലെ? K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല്. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഷെല്ല് സ്റ്റേബിൾ ആവാൻ ഒരു ഇലക്ട്രോൺ മാത്രം മതി. ആർക്ക്? ക്ലോറിന്. നമുക്ക് ക്ലോറിനെ ഒന്ന് കൊണ്ടുവരാം. എന്നാണ്ടേ ഇവിടെയൊക്കെ ഒരു ക്ലോറിനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. 2 4 6 6 7 ക്ലോറിൻ. ഇനി ഇവിടേക്ക് ക്ലോറിനെ കൊണ്ടുവരാം. ക്ലോറിനകത്ത് 7 പേരുണ്ട്. അതാണ്ട് ഒരു പേര് 4 6 ഒരാൾ ഇവിടെ സെറ്റ്. ഇനി ഇങ്ങോട്ട് വരാം. ആരാണ്? ക്ലോറിൻ ആണ്. എന്ത് ചെയ്യാം? 2 4 6 7. അടുത്ത ക്ലോറിൻ വന്നിരിക്കുന്നു. 2 4 6 7. അടുത്ത ക്ലോറിൻ വന്നിരിക്കുകയാണ്. 2 4 6 7. നോക്കിയേ, ക്ലോറിൻ എല്ലാം 8 ഇലക്ട്രോൺസ് ഉണ്ടോ നോക്ക്. ഉണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും ഈ ക്ലോറിലേക്ക് വരിക. ഞാൻ വേറൊരു മെഷ് എടുക്കാം. ഈ ക്ലോറിലേക്ക് വരാം. ഓക്കെ, ഈ ക്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ വേണ്ടേ 8 പേരായി. ഈ ക്ലോറിൽ എന്താണ്? 8 പേരായി. ഈ ക്ലോറിലും 8 പേരുണ്ട്. ഈ ക്ലോറിൻ എണ്ണി നോക്കുക, 8 പേരുണ്ട്. ഈ ക്ലോറിനും എണ്ണി നോക്കുക, 8 പേരുണ്ട്. 8 പേരില്ലേ? യെസ്. ഇനി ഫോസ്ഫറസിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഇവിടെ 2 4 6 8 10 പേരുണ്ട്. നോക്കേ, ഫോസ്ഫറസിന്റെ കയ്യിൽ ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 10 പേരുണ്ട്. ഒക്ടറ്റ് റൂള് അനുസരിച്ചോ പുള്ളി? ഇല്ല, ഒക്ടറ്റ് റൂള് അനുസരിച്ചിട്ടില്ല. 8 പേര് മതി ഫോസ്ഫറസിന് എന്താവാൻ? സ്റ്റേബിൾ ആവാൻ. 8 ഇലക്ട്രോൺസ് മതി ആർക്ക് സ്റ്റേബിൾ ആവാൻ? ഫോസ്ഫറസിന് സ്റ്റേബിൾ ആവാൻ. ഇവിടെ ഒക്ടറ്റ് റൂള് പാലിക്കാത്തത് ആരാന്ന് ചോദിച്ചാൽ PCl5 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഫോസ്ഫറസ് എന്ന സെൻട്രൽ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺസിനെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്? 10 ഇലക്ട്രോൺസിനെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ PCl5 ആണ് ഒക്ടറ്റ് റൂള് അനുസരിക്കാത്ത കോമ്പൗണ്ട്. ഇവിടെ ഇതന്നെയാണ് വരച്ചിരിക്കുന്നത്. യെസ്, നിങ്ങൾക്ക് ഡോട്ട് വെച്ചിട്ട് ഞാൻ വട്ടം വരയ്ക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവാൻ ചാൻസ്. ഇത് തന്നെ നോക്കിയോ, ഈ ഒരു പൂ പോലെ കാണുന്നില്ല, ഇത് തന്നെ നോക്കിയോ, ഇതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. തീർച്ചയായിട്ടും ഇത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ കരുതുക, ഫോസ്ഫറസ് എന്ന എലമെന്റ് എന്ത് ചെയ്തിട്ടില്ല? PCl5 എന്ന കോമ്പൗണ്ട് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒക്ടറ്റ് റൂള് പാലിക്കാത്ത ഏക എലമെന്റ് ആയിട്ട് നമുക്ക് ആരെ മനസ്സിലാക്കാം? PCl5. PCl5 മാത്രമുള്ളതെന്ന് ചോദിച്ചാലല്ല, വേറെയും കുറെ എലമെന്റ്സ് ഉണ്ട് ഈ ഒക്ടറ്റ് റൂള് പാലിക്കാതെ തന്നെ എന്തായി മാറിയത്? കോമ്പൗണ്ടായി മാറിയവര്. ഒക്കെ എക്സാമ്പിൾ നിങ്ങൾ കണ്ടെത്തി പഠിച്ചണം. കുറെ പേരുണ്ട്, നമുക്ക് ക്ലാസ്സിൽ കുറെ പേരെയൊക്കെ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ താണ്ടെ നമുക്ക് തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്തായിരുന്നു ചോദ്യം? നമ്മുടെ താഴെ തന്നിരിക്കുന്നതിൽ ഒക്ടറ്റ് നിയമം പാലിക്കാത്ത എലമെന്റ് എന്നാണ് ചോദ്യം. ആൻസർ ഏതാണ്? PCl5 ആണ്. ക്ലിയർ അല്ലേ? PCl5 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നമ്മളത് തെളിയിച്ചു. ഇനി ഒന്നുകൂടെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഇതാണ് കോമ്പൗണ്ട് CH4 ആണ്, അതായത് നമ്മുടെ മീഥൈൻ ആണ് ആള്. ഈ മീഥൈനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, കാർബൺ ആണ് നമുക്ക് സെൻട്രൽ ആറ്റമായിട്ട് കിട്ടുക. ഓക്കെ, ബോണ്ടിങ്ങിൽ എങ്ങനെയാണ്? 4 ബോൺസും 2 ഇലക്ട്രോണും ആണ് വരുന്നത്. 8 ഇലക്ട്രോൺസിനെ പാലിച്ചിട്ട് ഒക്ടറ്റ് റൂൾ ഫോളോ ചെയ്ത് തന്നെയാണ് ആര് വന്നിരിക്കുന്നത്? നമ്മുടെ മീഥൈൻ സ്റ്റേബിൾ ആയത് നമ്മൾ കണ്ടതാണ്.
ഇനി PCl5 ഫോസ്ഫറസ് ആണ് സെൻട്രൽ ആറ്റം എന്ന് കിട്ടി. 10 ഇലക്ട്രോൺസിനെയാണ് ഫോസ്ഫറസിന് വന്നത്. 5 ബോൺസും 2 ഇലക്ട്രോണുമായിട്ട് വന്നിട്ടുണ്ട് അല്ലെ. യെസ്, അപ്പോ തീർച്ചയായിട്ടും ഇവിടെ എന്താണ് ഒക്ടറ്റ് റൂള് ഇവിടെ പാലിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടുത്തെ വാട്ടറിലെ സെൻട്രൽ ആറ്റം ആരായിരുന്നു? ഓക്സിജൻ ആണ്. 8 ഇലക്ട്രോൺസിനെ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഒക്കെ ആയിട്ട് പുള്ളിയും എന്തായിരുന്നു ഒക്ടറ്റ് റൂള് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വന്നത്. വാട്ടറും ഒക്ടറ്റ് റൂള് കംപ്ലീറ്റ് ചെയ്തവയാണ്. കാർബൺ ഡൈ ഓക്സൈഡിലെ സെൻട്രൽ ആറ്റം കാർബൺ ആണ്. തീർച്ചയായിട്ടും 8 ഇലക്ട്രോൺസ് വന്ന് ഒക്ടറ്റ് റൂള് കംപ്ലീറ്റ് ചെയ്ത ആള് തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതെങ്ങനെയാണ് എന്ന് ഞാൻ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും കണ്ടു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ PCl5 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, STPയിൽ 2 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം കാണുക. ഇതാണ് ചോദ്യം. STPയിലെ 2 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം കാണുക. ഇതും പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. തന്മാത്ര എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും STPയിലുള്ള 2 മോൾ ഹൈഡ്രജൻ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം മനസ്സിൽ ആൻസർ വന്നത് എത്രയാണ്? കറക്റ്റ് ആണ്, 44.8 ലിറ്റർ ആണ്. എല്ലാവർക്കും കിട്ടിക്കാണും 44.8 ലിറ്റർ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ വന്നതെന്ന്. ഓപ്ഷൻ ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ സി ആണ്. 44.8 ലിറ്റർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പോകാം മുന്നോട്ട്. ഇനി നമുക്കത് എന്താണ് സംഭവം നോക്കാം. നോക്കിയേ, വാതകങ്ങളുടെ വ്യാപ്തവും മോളും എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാഠപുസ്തകത്തില്. നമുക്ക് അവഗാഡ്രോ നിയമം ഒക്കെ ഏകദേശം അറിവുള്ളതാണ് അല്ലെ. അവഗാഡ്രോ നിയമത്തില് നമ്മൾ ഓൾറെഡി വാതക നിയമങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് വാതക നിയമങ്ങൾ ഈ ഒരു ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അവഗാഡ്രോ നിയമം മാത്രമല്ല, ബോയിൽ നിയമവും ചാൾസ് നിയമവും എല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. ഗേലോ സാക്ലോയും ഒക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക, മറന്നു പോവല്. അപ്പോ ജസ്റ്റ് നോക്കുക, അവഗാഡ്രോ നിയമം അനുസരിച്ച് സ്ഥിര താപനിലയിലും മർദ്ദത്തിലും തുല്യ വ്യാപ്തത്തിൽ എടുത്തിരിക്കുന്ന ഏതൊരു വാതകത്തിലും അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത് നമുക്ക് അറിവുള്ള കാര്യമാണ്. അവഗാഡ്രോ നിയമം നമുക്ക് ബൈഹാർട്ടാണ്. അപ്പോൾ അവഗാഡ്രോ നിയമത്തിൽ ആരൊക്കെയാണ് സ്റ്റേബിൾ എന്ന് പഠിച്ചിട്ടുണ്ട്? താപനിലയിലും സ്ഥിര താപനിലയിലും മർദ്ദത്തിലും തുല്യ വ്യാപ്തത്തിൽ എടുത്തിരിക്കുന്ന ഏതൊരു വാതകത്തിലും അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം, നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? തുല്യമായിരിക്കും എന്ന് നമുക്കറിയാം. ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അറിവാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കറിയാം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എത്രയാണ്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയപ്പെടുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ എത്രയാണ്? ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചാൽ 273 കെൽവിൻ ആണ്. എത്രയാണ്? 273 കെൽവിൻ ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് മർദ്ദം എടുത്തു കഴിഞ്ഞാൽ പ്രഷർ എത്ര വരും? 1 atm ആണ് നമ്മൾ എടുക്കാറുള്ളത്. എത്രയാണ്? 1 atm ആണ്. ഓർത്ത് വെച്ചേക്കാം. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും സ്റ്റാൻഡേർഡ് പ്രഷറും എത്രയാണെന്ന് ചോദിച്ചാൽ 273 കെൽവിൻ ടെമ്പറേച്ചറും 1 atm മർദ്ദവുമാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. ഇതിനെ വിളിക്കുന്ന പേരെന്താ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. ഓക്കെ, അതായത് താപനില 273 കെൽവിനും മർദ്ദം 1 atmവുമായി സ്ഥിരപ്പെടുത്തിയാൽ അതിനെ എന്ത് പറയും? STP എന്ന് പറയും. അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ എന്ന് പറയും. ഓക്കെ, പഠിച്ചു വെച്ചോ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. ഓക്കെ, ഇനി STPയിൽ നമ്മൾ 1 മോൾ ഏത് വാതകം എടുത്താലും അതിന്റെ വ്യാപ്തം 22.4 ആയിരിക്കും. ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ ആണ്. അതായത് STPയിലാണെങ്കിൽ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിലാണെങ്കിൽ 1 മോൾ ഏത് വാതകം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാതകം എടുത്തു, അത് 1 മോൾ ആയിരിക്കണം. 1 മോൾ ഏത് വാതകം എടുത്താലും അതിന്റെ വ്യാപ്തം എത്ര? 22.4 ലിറ്റർ ആണ്. വ്യാപ്തം എത്രയാണ്? 22.4 ലിറ്റർ ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് മോളാർ വ്യാപ്തം. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? മോളാർ വ്യാപ്തം. ഈസി അല്ലേ? വളരെ ഈസി അല്ലെ. അപ്പോ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ കിട്ടി എത്ര? 273 കെൽവിൻ. ഓക്കെ ആണ്. സ്റ്റാൻഡേർഡ് പ്രഷർ 1 atm ആണ്. അപ്പൊ നമ്മൾ ആരെയും പഠിച്ചു? സ്റ്റാൻഡേർഡ് ആയിട്ടൊരു വ്യാപ്തത്തെയും പഠിച്ചു. 1 മോൾ ഏത് വാതകം എടുത്തു കഴിഞ്ഞാലും, അത് STPയിലായിരിക്കണം കേട്ടോ. 1 മോൾ ഏത് വാതകം എടുത്തു കഴിഞ്ഞാലും അതിന്റെ വ്യാപ്തം എത്ര? 22.4 ആണ്. ഓക്കെ, 1 മോൾ എന്നാ പറഞ്ഞേക്കുന്നത്. STPയിൽ 1 മോൾ ഏതൊരു വാതകം എടുത്താലും അതിന്റെ വ്യാപ്തം 22.4 ലിറ്റർ ആണ്. ചോദ്യം എന്തായിരുന്നു? നമുക്ക് STPയിൽ ചെയ്യുന്ന 2 മോൾ ഹൈഡ്രജൻ വാതകം, ഏത് വാതകം ആയിക്കോട്ടെ, 2 മോൾ ആണ്. അപ്പൊ 24.8 ഇരട്ടി ആവത്തില്ലേ? ആവും, തീർച്ചയായിട്ടും. ഓക്കെ ആണ്. അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ? നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു
നമ്മൾ പറഞ്ഞിരുന്നത് എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും ഒരു മോൾ എന്ന് പറയപ്പെടുന്നത് എത്രയാണെന്നൊന്ന് പറഞ്ഞേ. 1 മോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ 1 മോൾ എസ് ടി പി ചെയ്യുന്ന 1 മോൾ ഏതൊരു വാതകം എടുത്താലും അവയുടെ വ്യാപ്തം എത്ര? 22.4 ലിറ്റർ ആണെന്ന് പഠിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ എസ് ടി പിയിൽ എത്രയാണ് എടുത്തിരിക്കുന്നത്? എസ് ടി പിയിൽ ചെയ്യുന്ന 2 മോൾ, ഇവിടെ എത്ര പറഞ്ഞേക്കുന്നത്? 2 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം എത്ര എന്നാ ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, ചോദ്യം വന്നിരിക്കുന്നത് 1 മോൾ 22.4 ആണെങ്കിൽ 2 മോൾ എത്ര ആയിരിക്കും? ഇവിടെ 44.8 ലിറ്റർ ആണ്. ഇതായിരുന്നു നമ്മളോട് ചോദിച്ചത്. സെറ്റ് അല്ലേ? വളരെ ഈസി ഉള്ള ചോദ്യമായിരുന്നു. ഇതിന്റെ ചോദ്യം എന്ത് ചെയ്യേ? കാണണ്ടേ, എസ് ടി പിയിൽ 2 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം കാണുക. 1 മോൾ ഹൈഡ്രജൻ 22.4, ഇതേ ഓപ്ഷനിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. 1 മോൾ ഹൈഡ്രജൻ ആണെങ്കിൽ എത്ര? 22.4. അപ്പൊ തീർച്ചയായിട്ടും എത്രയാ ചോദിച്ചിരിക്കുന്നത്? 2 മോൾ. ഇവിടുത്തെ ഈ 2 എന്നുള്ളതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്. 2 മോൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ആൻസർ എന്തേ വരത്തുള്ളൂ? 44.8 ലിറ്റർ ആണ്. കണ്ടുപിടിച്ചില്ലേ നമ്മള്? യെസ്, കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഓർത്ത് വെച്ചേക്ക. ഇനി എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ, എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിരിക്കുക. തന്നിരിക്കുന്ന വ്യാപ്തം ലിറ്ററിൽ എടുക്കുക, എസ് ടി പിയിലെ മോളാർ വ്യാപ്തവും എഴുതുക. ഓക്കെ ആണ്. ഇപ്പൊ ചോദ്യം ഇങ്ങനെ വരികയാണ്. ഞാനൊരു ചോദ്യം പറയാം. 44.8 ലിറ്റർ ഹൈഡ്രജൻ. ഓക്കെ, 44.8 ലിറ്റർ ഹൈഡ്രജൻ തന്നെ പറയാണ്. ഹൈഡ്രജൻ അതിലെ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദ്യം വന്നിരിക്കുക. അതിലെ എന്ത് കണ്ടുപിടിക്കാനാണ്? മോളുകളുടെ എണ്ണം എത്ര എന്ന ചോദ്യം വന്നിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ചോദ്യം. 44.8 ലിറ്റർ ഒന്നാണ് നമ്മുടെ ആരെ തന്നേക്കുന്ന? ഹൈഡ്രജൻ അല്ലെ ഓക്സിജൻ ആയിക്കോട്ടെ, എന്തായാലും അതിലെ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദ്യം വന്നേക്കാം. അപ്പൊ എങ്ങനെ ചെയ്തിരിക്കും? എസ് ടി പ്ലസ് ചെയ്യുന്ന വാതകങ്ങളുടെ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ചോദ്യം വന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന വ്യാപ്തം ലിറ്ററിൽ. നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന എത്രയാ? 44.8 ലിറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, ലിറ്ററിൽ തന്നു. ഓക്കെ, ഇനി എസ് ടി പിയിലെ മോളാർ വ്യാപ്തം. എത്രയാ? 22.4 ലിറ്റർ. ചെയ്യുമ്പോ എത്ര മോള് കിട്ടും? 2 മോൾ എന്ന് കിട്ടുന്നതാണ്. കിട്ടിയില്ലേ? തീർച്ചയായിട്ടും കിട്ടി. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം. എളുപ്പം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മറ്റേ രീതി ചോദിച്ചത്. അപ്പൊ അങ്ങനെ വന്നാൽ 3 മോള് 4 മോൾ എന്നൊക്കെ ആയിരിക്കും ചോദ്യം വരിക. കണ്ടുപിടിച്ചോളുക. ഇനി അതല്ല, ഇങ്ങനെ ചോദ്യം വന്നാൽ എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോളുകളുടെ എണ്ണം ആ ചോദ്യം വരുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വ്യാപ്തം മോളിൽ എഴുതുക. പിന്നെ മോളാർ വ്യാപ്തം 22.4 എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മോളുകളുടെ എണ്ണം കിട്ടുന്നതാണ്. സെറ്റ് അല്ലേ? അപ്പൊ ഇത് ഈ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്, ശ്രദ്ധിച്ചു വെച്ചേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ഒരു എളുപ്പമുള്ള ചോദ്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സൊല്യൂഷൻസ്, ലായനികൾ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിന്റെ ലയനത്തെ വിശദീകരിക്കുന്നത്? ഓക്കെ ആണ്, ലയനത്തെ വിശദീകരിക്കുന്നത്. ഇതിൽ നിന്ന് വാതക നിയമം ഒക്കെ പഠിച്ചവർക്ക് പെട്ടെന്നൊക്കെ എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. വാതക നിയമം അതൊക്കെ ഉണ്ട്. ചാൾസ് നിയമം വാതക നിയമമാണ്, അവഗാഡ്രോ നിയമം വാതക നിയമമാണ്, ഡാൾട്ടൺസ് നിയമവും വാതകത്തിന്റെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആൻസർ ചെയ്ത് വന്നു. യെസ്, തീർച്ചയായിട്ടും ലയനത്തെ പറ്റിയൊക്കെ സംസാരിക്കണമെങ്കിൽ ആര് വേണം? ഹെൻറീസ് ലോ വേണം. അപ്പൊ ആൻസർ ഏതാണ്? ഹെൻറീസ് നിയമമാണ്. ചുമ്മാ ഡിലീഷൻ മെത്തേഡ് യൂസ് ചെയ്താൽ പോലും നമുക്ക് ആൻസറിൽ എത്താൻ പറ്റുന്ന ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഏത് നിയമമാണ് ദ്രാവകത്തിന്റെ ഒരു വാതകത്തിന്റെ ലയനത്തെ വിശദീകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? ഹെൻറീസ് ലോ ആണ്. അപ്പോ ഇവിടെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ വിശദീകരണത്തിലേക്ക് ഒന്ന് വരാം. അതായത് ഹെൻറീസ് ലോയിലേക്ക് വരാം. ഹെൻറീസ് ലോ നമുക്ക് നന്നായിട്ട് അറിവുള്ളതാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ശ്രദ്ധിച്ചു വെച്ചോ. ഒരു സ്ഥിരമായ താപനിലയില് പാരയുടെ സ്ഥിരം, താപനില സ്ഥിരം, ഒരു ദ്രാവകത്തിൽ ലയിക്കുന്ന ഏത് ദ്രാവകത്തിലാകാം, ഒരു ദ്രാവകത്തിൽ ലയിക്കുന്ന വാതകത്തിന്റെ അളവ് ദ്രാവകത്തിന് മുകളിലുള്ള ആ വാതകത്തിന്റെ ഭാഗിക മർദ്ദത്തിന് നേരനുപാതമായിരിക്കുമെന്ന് ഹെൻറീസ് ലോ പറയുന്നു. ലോയാണ്, തിരുത്തൊന്നും വരുത്താൻ പറ്റില്ല. ഇതുപോലെ ബൈഹാർട്ട് ചെയ്ത് വെച്ചോണം. കാണുമ്പോഴേ മനസ്സിലാക്കണം ലയനത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. പക്ഷെ ഇതൊന്ന് ഓർത്ത് വെച്ചേ. ഒരു സ്ഥിരമായ താപനിലയില് ഒരു ദ്രാവകത്തിൽ ലയിക്കുന്ന, കണ്ടോ, ലയിക്കുന്ന വേർഡ് മാത്രം മതി നമുക്ക് ആൻസറിൽ എത്താൻ. ഒരു ദ്രാവകത്തിൽ ലയിക്കുന്ന വാതകത്തിന്റെ അളവ്
വാതകത്തിന്റെ അളവില്, വാതകത്തിന്റെ അളവെന്ന് വെച്ചാൽ മുകളിലുള്ള ആ വാതകത്തിന്റെ ഭാഗിക മർദ്ദത്തിന് ഒക്കെയാണ്, അല്ലെങ്കിൽ ദ്രാവകത്തിന് എന്താണ് വാതകത്തിന്റെ ഭാഗിക മർദ്ദത്തിന് നേരനുപാതത്തിലായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ആര് പറയുന്നേ? ഹെൻറീസ് ലോ പറയുന്നത്. ലോ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേ, ഒന്നുകൂടി ഈസി ആയിട്ട് പറയാം, ശ്രദ്ധിച്ചോ. അതായത് ഒരു വാതകത്തിന്റെ മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് ഒരു ദ്രാവകത്തിൽ അതിന്റെ ലയിക്കുന്ന സ്വഭാവം വർദ്ധിപ്പിക്കും. ഓക്കെയാണ്. അതായത് ഒരു വാതകത്തിന്റെ മർദ്ദം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ലയിക്കുന്ന പദാർത്ഥത്തിന്റെ ലയനം എന്ത് ചെയ്യും? കൂടുമെന്ന്. പെട്ടെന്ന് ലയിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെയാണ്, അത്രേ ഉള്ളൂ. അതേസമയം മർദ്ദം കുറയുന്നതിന് അതിന്റെ ലയിക്കുന്ന സ്വഭാവം കുറയ്ക്കും. മർദ്ദം കുറച്ചു കഴിഞ്ഞാൽ ലയിക്കുന്ന സ്വഭാവം എന്ത് ചെയ്യും? കുറയും. ആ സോഡ വാട്ടർ ഒന്ന് ആലോചിച്ചേ, പെട്ടെന്ന് മനസ്സിൽ വരും. ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ലയിപ്പിക്കുന്നു, അല്ലെ? ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ലയിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഉയർന്ന മർദ്ദം കൊടുക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ലയിക്കാനുള്ള ത്വര എന്ത് ചെയ്യും? കൂടും. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെയാണ്. മർദ്ദം കുറച്ചാലോ ലയിക്കാനുള്ള ഒരു കഴിവ് അങ്ങ് കുറയുന്നു. അത്രയും ചിന്തിച്ചാൽ അതാണ് എന്ത് പറയുന്നത്? ഹെൻറീസ് ലോ. അവരിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ പറഞ്ഞു വെച്ചേ, നമ്മൾ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചെടുത്തു. ഓക്കെ, മാർക്ക് പോകത്തില്ലല്ലോ. ഓക്കെ, ഡൺ. പോന്നു മുന്നോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് വളരെ എളുപ്പമുള്ള മറ്റൊരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റീചാർജബിൾ ബാറ്ററി അല്ലാത്തത് ഏത്? ബാറ്ററി എന്ന ഭാഗമാണ്. തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന റീചാർജബിൾ ബാറ്ററി അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇത് പഴയ SCERT ടെസ്റ്റിൽ നിന്നുള്ള ചോദ്യമാണ്. പുതിയ SCERT പുസ്തകത്തിനകത്ത് കുറച്ചുകൂടെ മാറ്റിയിട്ടാണ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഈ നിക്കാഡ് സെല്ലൊന്നും കൊടുത്തിട്ടില്ല, നിക്കൽ കാഡ്മിയം സെല്ലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പഴയ ടെസ്റ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണിത്. താഴെ കൊടുത്തിരിക്കുന്ന റീചാർജബിൾ ബാറ്ററി അല്ലാത്തത് ഏത്? ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഉണ്ട്, നിക്കാഡ് സെല്ലുണ്ട്, മെർക്കുറി സെല്ലുണ്ട്, ലിഥിയം അയോൺ ബാറ്ററി ഉണ്ട്. തീർച്ചയായും ആൻസർ ഏതാണ് വരുന്നത്? മെർക്കുറി സെല്ലാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക, മെർക്കുറി സെല്ലാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് റീചാർജബിൾ ബാറ്ററിയും റീചാർജബിൾ അല്ലാത്ത ബാറ്ററിയെ കുറിച്ചും നമുക്കൊന്ന് പഠിക്കണ്ടായോ? തീർച്ചയായിട്ടും പഠിക്കണം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് വരാം. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് പാഠപുസ്തകത്തിൽ ഏറ്റവും പുതിയ SCERT ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വിവിധ തരം സെല്ലുകൾ എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പുതിയ SCERT ആയതുകൊണ്ട് പഴയ SCERT നമുക്ക് ഏകദേശം അറിയാം. അതുകൊണ്ട് പുതിയ SCERT ആയതുകൊണ്ട് ഈ ഭാഗങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചു വെക്കുക. നമുക്കൊന്ന് വായിച്ചു നോക്കാം. സെല്ലുകളെ നമുക്ക് എത്രയായിട്ട് തിരിക്കാൻ സാധിക്കും? സെല്ലുകളെ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കും. എത്രയായിട്ട് തിരിക്കുന്നത്? രണ്ടായിട്ട്. അപ്പൊ ഏതൊരു സെല്ലാണെങ്കിലും ആ സെല്ലിനെ നമ്മൾ എത്രയായിട്ടാണ് തിരിക്കുന്നത്? രണ്ടായിട്ടാണ് തിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയായിരിക്കും രണ്ടാമത്തെ? വളരെ എളുപ്പത്തിൽ പഠിക്കാം. പ്രൈമറി സെല്ലും ഉണ്ട്, സെക്കൻഡറി സെല്ലും ഉണ്ട്. ഈസി അല്ലേ? പ്രൈമറി സെല്ലും ഉണ്ട്, അതോടൊപ്പം തന്നെ എന്തുകൊണ്ട്? സെക്കൻഡറി സെല്ലും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോകാം. പ്രൈമറി സെല്ലിലേക്ക് വരാം. എന്തായിരിക്കും പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ? ഇതേണ്ടേ, നിങ്ങളുടെ ഡ്രൈ സെല്ലിനെ കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് മറ്റൊരു സെല്ലിനെ കൂടെ വാച്ചുകളിലൊക്കെ ഉപയോഗിക്കുന്ന ബട്ടൺ സെൽ എന്ന് പറയും. ഈ ബട്ടൺ സെല്ലിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അല്ലെ? അതൊക്കെ മനസ്സിൽ വെച്ചോളുക. നമുക്ക് കാര്യത്തിലേക്ക് വരാം. പ്രൈമറി സെല്ലുകളിൽ രാസപ്രവർത്തന ഫലമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതോർജം ഉപയോഗിച്ച് കഴിയുമ്പോൾ സെല്ലുകൾ നിർജീവമാകും. നിങ്ങൾ മനസ്സിൽ കരുതിക്കേ, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ക്ലോക്കിൽ ഒരു ബാറ്ററി ഇട്ടേക്കാണ്. ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോഴത്തേക്കും അത് എന്ത് ചെയ്യും? നിർജീവമാവില്ലേ? ഇവൻ വാച്ചിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ബട്ടൺ സെൽ അല്ല ഇടുന്ന, കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പൊ തീർച്ചയായിട്ടും ഈ ബട്ടൺ സെൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഇത് നിന്നു പോകുമെന്ന് നമുക്കറിയാം. അറിയാവുന്ന കാര്യമല്ലേ? അങ്ങനെയുള്ളവയാണ് നമ്മൾ പ്രൈമറി സെല്ലുകൾ എന്ന് പറയുക. പ്രൈമറി സെല്ലുകൾ. അപ്പൊ പ്രൈമറി സെല്ലുകൾ എന്ന് വെച്ചാൽ രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏത് ഊർജമാം? വൈദ്യുതോർജം. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വീഴും. പ്രൈമറി സെല്ലുകളിൽ രാസപ്രവർത്തന ഫലമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജം ഏതാന്ന് ചോദിക്കും. ഏതാ? വൈദ്യുതോർജ്ജമാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കും രാസോർജ്ജമാണെന്ന്. അല്ല, ഏതാണ്? വൈദ്യുതോർജ്ജമാണ്. പ്രൈമറി സെല്ലുകളിൽ രാസപ്രവർത്തന ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതോർജ്ജം ഉപയോഗിച്ച് കഴിയുമ്പോൾ സെല്ലുകൾ എന്തായിട്ട് മാറും? നിർജീവമായിട്ട് മാറും. സെല്ലുകൾ എന്തായിട്ട് മാറും? നിർജീവമായിട്ട് മാറും. ഓക്കെയാണ്. ഇത്തരം സെല്ലുകളെ വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയില്ല. തന്നെയാ പ്രൈമറി സെല്ലിന്റെ പ്രത്യേകത. നമ്മുടെ വാച്ചിന്റെ ഈ ബാറ്ററി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കളഞ്ഞിട്ട് അല്ലെല്ലാം കൊടുത്തിട്ട് പുതിയ ബാറ്ററി വാങ്ങിച്ചിട്ടുമല്ലേ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ആ ബാറ്ററി റീചാർജ് ചെയ്ത് ഉപയോഗിക്കുമോ? ഇല്ല. അപ്പോ പ്രൈമറി സെല്ലുകളെ വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയില്ല. ഓക്കെയാണ്.
ഇനി ഉദാഹരണം, ഇത് പുതിയ ടെസ്റ്റ് ആണ്, പഴയ പുസ്തകത്തിൽ ഇനിയും ഉദാഹരണം ഉണ്ട്, നിങ്ങൾ കണ്ടെത്തിക്കൊള്ളുക. തീർച്ചയായിട്ടും നമ്മൾ പുതിയ പുസ്തകം വെച്ചുള്ള ഉദാഹരണങ്ങൾ പറയുന്നു. 2026, 27 കാലഘട്ടങ്ങളിലൊക്കെ നമ്മളെ ഭരിക്കാൻ പോകുന്ന പുതിയ പാഠപുസ്തകമായതിനാൽ പുതിയ പാഠപുസ്തകത്തിലെ എക്സാമ്പിളുകളായിരിക്കും നമുക്ക് ഏറെ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് അവരെ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആരൊക്കെയുണ്ട്? ഡ്രൈ സെല്ല്, നിങ്ങളിപ്പോ ചിത്രത്തിൽ കണ്ടതേ ഉള്ളൂ. ഡ്രൈ സെല്ല്, ബട്ടൺ സെല്ല്. ഓക്കെ ആണ്, നോക്കിയേ. ഡ്രൈ സെല്ല് നിങ്ങൾക്ക് അവിടെ കാണാം, ബട്ടൺ സെല്ല് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ടും ഇതിന് എക്സാമ്പിൾ ആണ്, പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ചോദ്യം വരും, താഴെ തന്നിരിക്കുന്ന പ്രൈമറി സെല്ലുകൾ ഏതൊക്കെ? ഇതായിരിക്കും ചോദ്യം വരിക. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ ആരുണ്ട്? ഡ്രൈ സെൽ ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷനിൽ ആരുണ്ട്? ബട്ടൺ സെൽ ഉണ്ട്. 1ഉം 2ഉം ശരി. ആൻസർ കിട്ടിയില്ലേ? വളരെ ഈസി. ഓക്കെ, ക്ലോക്കുകളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഡ്രൈ സെല്ലാണ്. ക്ലോക്കുകളിൽ ഡ്രൈ സെല്ലല്ലേ, അതല്ലേ ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ്? വാച്ചുകളിൽ നമ്മൾ ബട്ടൺ സെല്ലാണ് ഉപയോഗിക്കുന്നത്. അറിയാം, വാച്ചുകളിൽ എന്താണ്? ബട്ടൺ സെല്ലാണ്. രണ്ടും നമുക്ക് നിത്യജീവിതത്തിൽ കണ്ടുപരിചയമുള്ളതാണ്. ഇവരെ എന്ത് വിളിക്കണം? പ്രൈമറി സെല്ല്. എന്ത് വിളിക്കണം? പ്രൈമറി സെൽ. അപ്പൊ പ്രൈമറി സെല്ല് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തിലേക്ക് വരാം, സെക്കൻഡറി സെല്ലുകളിലേക്കാണ് യാത്ര. സെക്കൻഡറി സെല്ലുകൾ മുമ്പേ പഠിച്ച ഓപ്പോസിറ്റ് കാര്യങ്ങളായിരിക്കും എന്ന് ഏകദേശ ധാരണ ഇപ്പൊ നിങ്ങളിൽ വന്നിട്ടുണ്ടാവണം. ഓക്കെ, സെക്കൻഡറി സെല്ലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല് നമുക്ക് ചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് സെക്കൻഡറി സെല്ല് ചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനാകും. ഓക്കെ ആണ്. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് സെല്ല്, അതായത് നമുക്കറിയാം സെക്കൻഡറി സെല്ലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ലെഡ് ആസിഡ് സെല്ല്. ഇത് വാഹനങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് വിളിക്കും, അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ബാറ്ററി എന്ന് വിളിക്കും. അവിടെ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പൊ ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഇത് ചെയ്യണ്ടേ, ലെഡ് ആസിഡ് സെല്ല് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ നമ്മുടെ ഓട്ടോറിക്ഷയിലൊക്കെ കയറുമ്പോൾ കാണാൻ സാധിക്കും അല്ലെ, ഓട്ടോറിക്ഷ, കാർ, ഇതിലെല്ലാം ഉണ്ട്. അപ്പൊ ഓർത്ത് വെച്ചേക്ക, കാറിൽ ഉപയോഗിക്കുന്നത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടല്ലേ, കാർ ബാറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നത് ആരെയാണ് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഓർത്ത് വെച്ചേക്ക, തന്റെ ഒരു പ്രധാനപ്പെട്ട സെക്കൻഡറി സെല്ലാണ് വാഹനങ്ങളിൽ, ഇത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് സെല്ല്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെഡ് ആസിഡ് സെല്ല്. ഇനി ഫ്ലാഷ് ലൈറ്റുകളിൽ നിക്കൽ കാഡ്മിയം സെല്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അറിയാം, നിക്കൽ കാഡ്മിയം സെല്ല്. ഓർത്ത് വെച്ചേക്കുക, ഫ്ലാഷ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നിക്കൽ കാഡ്മിയം സെല്ല്. ഇതൊക്കെ ചോദ്യമായിട്ട് വരുന്നതാണ്. അപ്പൊ വാഹനങ്ങളിൽ ഏതാണ്? ലെഡ് ആസിഡ് സെല്ലാണ്. ഏത് ആസിഡാ? സൾഫ്യൂരിക് ആസിഡാ. പിന്നെ ഫ്ലാഷ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന അറിയാം, നിക്കൽ കാഡ്മിയം സെല്ലാണ് കേട്ടോ, നിക്കൽ കാഡ്മിയം സെല്ലാണ്. ഇനി നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്ന സെക്കൻഡറി സെല്ലുകളാണ് ലിഥിയം അയോൺ ബാറ്ററികൾ. നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ആര്? മൊബൈൽ ഫോണുകൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മൊബൈൽ ഫോണുകളിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ആരെയാണ്? നമ്മുടെ ലിഥിയം അയോൺ ബാറ്ററിയാണ്. ആരെ യൂസ് ചെയ്തിരിക്കുന്ന? ലിഥിയം അയോൺ ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നത് സെക്കൻഡറി സെല്ലുകളാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആരെയാ? സെക്കൻഡറി സെൽ. അപ്പൊ നിങ്ങൾ ചോദിക്കും, പ്രൈമറി സെൽ വാച്ചായിട്ട് യൂസ് ചെയ്യുന്നില്ലേ? എല്ലാവരും വാച്ച് യൂസ് ചെയ്യുന്നില്ല, കൂടുതൽ പേര് എന്താ ചെയ്യുന്നതാണ്? മൊബൈൽ ഫോണിലല്ലേ ടൈം നോക്കുന്നേ. അതെ, തീർച്ചയായിട്ടും അതെ. അപ്പോ കൂടുതലായിട്ട് നമ്മളിപ്പോ ആരെ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്? കൂടുതലായിട്ട് നമ്മൾ സെക്കൻഡറി സെല്ലുകളെ യൂസ് ചെയ്യുന്നത്, അതാ ഉദ്ദേശം കേട്ടോ. ഇനി അടുത്ത സ്മാർട്ട് ഫോണുകളിലും കണ്ടോ, ലാപ്ടോപ്പുകളിലും മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചോദിച്ചിരുന്നു. ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ആരെയാണെന്ന്? ആൻസർ എന്താ? ലിഥിയം അയോൺ ബാറ്ററി. ഇലക്ട്രിക് വാഹനങ്ങളാണ് ഉദ്ദേശിച്ചത്. സാധാ വാഹനങ്ങളാണെങ്കിൽ ലെഡ് ആസിഡ് സെല്ലാ. നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ എടുത്തു ചോദിച്ചാൽ നിങ്ങൾ ആരെ തന്നെ പറഞ്ഞോണം? ലിഥിയം അയോൺ ബാറ്ററി തന്നെ പറഞ്ഞോണം. മറക്കല്ലേ, അതാണ്ട് ലിഥിയം അയോൺ ബാറ്ററിയുടെ പടം ഇവിടെ ഇല്ല, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇപ്പൊ തീർച്ചയായിട്ടും ഓർത്ത് വെച്ചോ, ലിഥിയം അയോൺ ബാറ്ററി. അപ്പൊ സ്മാർട്ട് ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ഇലക്ട്രിക് വാഹനങ്ങൾ വരെയുള്ള ഉപകരണങ്ങളുടെ ഊർജ്ജ സ്രോതസ്സായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൊണ്ടു നടക്കാൻ കഴിയുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളിൽ ലിഥിയം അയോൺ ബാറ്ററികൾ ഉപയോഗിക്കുന്നത് ഉയർന്ന ഊർജ്ജ സാന്ദ്രത, ഇവിടെ നിന്ന് ശ്രദ്ധിച്ചോണേ, ഉയർന്ന ഊർജ്ജ സാന്ദ്രത, ദൈർഘ്യമേറിയ ആയുസ്, കുറഞ്ഞ സെൽഫ് ഡിസ്ചാർജ് നിരക്ക് ഇവയുള്ളത് കൊണ്ടാണ്. അപ്പൊ ചോദ്യം വരാം, താഴെ തന്നിരിക്കുന്നവയിൽ ലിഥിയം അയോൺ ബാറ്ററിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏത്? അല്ലെങ്കിൽ സവിശേഷതകൾ ഏതൊക്കെ? എന്തൊക്കെയാ സവിശേഷത? ഉയർന്ന ഊർജ സാന്ദ്രത. ഒന്നാമത്തെ എന്താ? ഉയർന്ന ഊർജ സാന്ദ്രത. രണ്ടാമത്തെ എന്താ? ദൈർഘ്യമേറിയ ആയുസ്. രണ്ടാമത്തേതാണ് ദൈർഘ്യമേറിയ ആയുസ്. മൂന്നാമത്തെ എന്താണ്? കുറഞ്ഞ സെൽഫ് ഡിസ്ചാർജ് നിരക്ക്. കുറഞ്ഞ സെൽഫ് ഡിസ്ചാർജ് നിരക്ക്. ഈ 3 പോയിന്റുകൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നന്നായിട്ട് പഠിച്ചോ, മസ്റ്റ് ആയിട്ട് റീഡ് ചെയ്യേണ്ട ഭാഗമാണിത്. നന്നായിട്ട് ബ്രെയിനിലോട്ട് പോവുക, പഠിച്ചിരിക്കണം, മസ്റ്റ്. ഓക്കെ ആണ്, പുറത്ത് ഓർപ്പിച്ച് വെച്ചോളാം. ഇനി അടുത്തത് ബഹിരാകാശ വാഹനങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ പേടകങ്ങളിലേക്കാണ്. ബഹിരാകാശ പേടകങ്ങളിലെ ഊർജ സംവിധാനത്തിലെ ഒരു നിർണായക ഘടകമായ
ഉപഗ്രഹ ബാറ്ററി ആയിട്ടും ലിഥിയം അയോൺ ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന അടുത്ത ചോദ്യം എന്താണ്? ബഹിരാകാശ പേടകങ്ങൾ. ബഹിരാകാശ പേടകങ്ങളില് ഊർജ സംവിധാനത്തിലെ നിർണായക ഘടകമായിട്ടുള്ള ഉപഗ്രഹ സെല്ലുകളില് ആരെയാണ് യൂസ് ചെയ്യുന്നത്? ആരെ യൂസ് ചെയ്യുന്നത്? ലിഥിയം അയോൺ ബാറ്ററി ആണ്. ലിഥിയം അയോൺ ബാറ്ററി ആണ്. ഇനി പണ്ട് കാലത്തൊക്കെ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ ഫോണൊക്കെ ആണെങ്കിൽ ചാർജ് ചെയ്തിട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ നമ്മളോട് പറയും ഒരു 2-3-4 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം, കുത്തിയിടണോ എന്നൊക്കെ പറയത്തില്ലായിരുന്നോ? ചാർജ് ചെയ്യാൻ വേണ്ടി പറയത്തില്ലായിരുന്നോ? യെസ്, അതിന് കാരണം അന്ന് നിക്കൽ കാഡ്മിയം എല്ലാം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. നിക്കൽ കാഡ്മിയം സെല്ലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ? ലിഥിയം അയോൺ ബാറ്ററി. കുറച്ചുകൂടെ ബാറ്ററി ബാക്കപ്പ് ഉണ്ടാർക്ക് ലിഥിയം അയോൺ ബാറ്ററിക്ക് അല്ലേ. സപ്പോസ് ഇത്രയും പോയിന്റുകൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് പഠിക്കണേ, മറക്കല്ലേ. ഇവിടുന്നൊക്കെ ചോദ്യം വീഴും. ഓക്കെ, ഈ ഭാഗത്ത് നിന്ന് ഓൾറെഡി ചോദ്യം വീണ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇത് പുതിയ പുസ്തകമാണ് പറഞ്ഞിരിക്കുന്നത്, പഴയ പുസ്തകത്തിൽ നിന്നാണ് ചോദ്യം വീണത്. ഓക്കെ, നമ്മൾ പുതിയ പുസ്തകമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇതൊക്കെ ഞാൻ സ്റ്റാർ ചെയ്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ നല്ല രീതിയിൽ ഈ ഭാഗം നല്ല രീതിയിൽ എന്ത് ചെയ്യിക്കണം, പഠിച്ചിരിക്കണം, മസ്റ്റാണ്. ഓക്കെ, അപ്പൊ നമ്മള് ആ ചോദ്യം പഠിച്ചിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ വന്നു. മോൺസ് പ്രക്രിയ. ഏതാ പ്രക്രിയ? മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം ഏതാണ്? മൂലകങ്ങളുടെ ശുദ്ധീകരണ മാർഗം നല്ല രീതിയിൽ എന്ത് ചെയ്തിരിക്കണം, ബൈഹാർട്ട് ചെയ്യേണ്ട മേഖലയാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ ഭാഗത്ത് ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് എന്താണ് LP UP പോലുള്ള പരീക്ഷകൾക്ക് നന്നായി ശ്രദ്ധിച്ചു നോക്കേണ്ട മേഖലയാണ്. നോക്കാം, ഓപ്ഷനിൽ ആരൊക്കെ ഉണ്ട്? നിക്കൽ ഉണ്ട്, സിർക്കോണിയം ഉണ്ട്, കോപ്പർ ഉണ്ട്, അയൺ ഉണ്ട്. എല്ലാവരെയും പരിചയമുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് കോപ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കോപ്പറിനെ ശുദ്ധീകരിക്കുന്ന മാർഗം ഏതാ? കോപ്പറിനെ ശുദ്ധീകരിക്കുന്ന മാർഗം വൈദ്യുത വിശ്ലേഷണം. മനസ്സിൽ വന്ന് കാണുമെന്ന് കരുതുന്നു. ഓക്കെ, അയണിനെ ശുദ്ധീകരിക്കുന്ന ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയ പഠിച്ചില്ലേ? ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയയാണ്. സിർക്കോറിയം ആണെങ്കിലോ വാൻ ആർക്കൽ മെത്തേഡ് പഠിച്ചില്ലേ? വാൻ ആർക്കൽ മെത്തേഡ്. അപ്പൊ തീർച്ചയായിട്ടും മോൺസ് പ്രക്രിയ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിക്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. നമുക്കിതെല്ലാം ബൈഹാർട്ടാണ്, നമ്മളിതെല്ലാം ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഓർത്ത് വെച്ചോണം, നിക്കൽ എന്ന് പറയപ്പെടുന്ന എന്താണ്? മോൺസ് പ്രക്രിയ വഴിയാണ്. അപ്പൊ മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കുന്ന എലമെന്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നിക്കലാണ്. മറന്നുപോലെ, മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കുന്ന ആരെയാണ്? നിക്കലാണ്. അപ്പൊ നമുക്ക് കുറച്ച് എലമെന്റ്സിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ, പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ഇതായിട്ട് നോക്കാം. ഉത്തരം ഏതാണ്? ഉത്തരം നിക്കലാണ് കേട്ടോ. ഉത്തരം നിക്കലാണ്. നമ്മുടെ കുറച്ച് പേരെ കൊടുത്തിരിക്കുകയാണ്. കുറെ പ്രോസസ്സുകൾ അറിയാം, ചിലർക്ക് ഇതിനും കൂടുതൽ പ്രോസസ്സുകൾ ഉണ്ടായിരിക്കുവേ, ശ്രദ്ധിച്ചിരുന്നോണം കേട്ടോ. അപ്പൊ ഒന്നാമത്തേതാണ് അയൺ. അയണിന്റെ നിർമ്മാണ പ്രക്രിയ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞോളൂ. നിങ്ങളെല്ലാം മനസ്സിൽ വന്ന് കാണും. ചിത്രമടക്കം മനസ്സിൽ വന്നാണ്. നമ്മുടെ ക്ലാസ്സിൽ എല്ലാം ചിത്രമടക്കം പഠിച്ചല്ലേ? എഫക്റ്റ് ആയിട്ട് പഠിച്ചാണ്. അപ്പൊ ഏതാണ്? ബ്ലാസ്റ്റ്. അതെ, ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയ. അപ്പോ അയണിനെ നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? അയണിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഏതാണ്? ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയ വഴി നിർമ്മിച്ചെടുക്കുന്ന അയൺ പൂർണ്ണമായിട്ടും ശുദ്ധമാണോ? അല്ല. നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. നമുക്ക് കിട്ടുന്ന പിഗ് അയൺ ആണ് കിട്ടുന്നത്. പിഗ് അയൺ കിട്ടുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു 4% മാംഗനീസിന്റെയും മറ്റ് എലമെന്റ്സിന്റെയും ഒക്കെ സാന്നിധ്യമുണ്ട്. പൂർണ്ണമായും ശുദ്ധമല്ല. പക്ഷെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ എന്താണ്? അയണിനെ ശുദ്ധീകരിക്കുന്ന മാർഗം ചോദിച്ചാൽ ഏത് വേണം പറയാൻ? ബ്ലാസ്റ്റ് ഫർണസ് പ്രോസസ് ആണ്, പഠിച്ചതാണ്. ഇനി അടുത്ത അലുമിനിയം. ഇതും പഠിച്ചതാണ്. അലുമിനിയത്തിന്റെ ഏതാണ്? ഹാൾ ഹെറൗൾഡ് പ്രോസസ്. ഓക്കെ ആണ്. അപ്പൊ ഓർത്ത് വെച്ചിരിക്കണം, ഹാൾ ഹെറൗൾഡ് പ്രോസസ് നമുക്ക് പഠിച്ചതാണ്. ചാൾസ് മാർട്ടിൻ ഹാളും പോൾ ഹെറൗൾഡും 2 സയന്റിസ്റ്റ് ആണല്ലേ. ചാൾസ് മാർട്ടിൻ ഹാളും പോൾ ഹെറൗൾഡ് എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റ് 2 പേര് ചേർന്നാണ് അലൂമിനിയത്തിനെ സാധാരണക്കാരന്റെ ലോഹമാക്കി മാറ്റിയത്. ആ പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേര് ഹാൾ ഹെറോൾഡ് പ്രോസസ്സ്. ഇനി നമ്മൾ വേറെ ഒന്നുകൂടെ പഠിച്ചു വെച്ചിട്ടുണ്ട്, ബെയേഴ്സ് പ്രോസസ്സ്. ഏതാണ്? ബെയേഴ്സ് പ്രോസസ്സ്. ഓർമ്മ വന്നോ? യെസ്, ബെയേഴ്സ് പ്രോസസ്സിൽ ഏതാണ്? അലൂമിനിയത്തിനെ നിർമ്മിക്കുന്ന മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള മറ്റൊരു പ്രോസസ്സാണ്, ഓർത്ത് വെച്ചിരിക്കാം. ഇനി കോപ്പർ ആണ്. കോപ്പർ എന്ന് പറയുമ്പോഴേ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ആണ്, അതായത് വൈദ്യുത വിശ്ലേഷണമാണ്. ഇനി അല്ലെങ്കിൽ സ്മെൽറ്റിംഗ് വഴി നടക്കും കേട്ടോ. സ്മെൽറ്റിംഗ് ആൻഡ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്, വൈദ്യുത വിശ്ലേഷണം. ടെക്സ്റ്റിനകത്ത് കോപ്പറിന്റെ വൈദ്യുത വിശ്ലേഷണം നമ്മൾ പഠിച്ചാണ്. ആനോടും കാതോടും ഒക്കെ പഠിച്ച് എല്ലാം മനസ്സിൽ വന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ കോപ്പർ ആകുമ്പോൾ ഏതാണ്? ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ആണ്. സെറ്റ്. ഇനി അടുത്ത സിങ്ക്. സിങ്കിന്റെ ചോദിച്ചാലും നമുക്ക് ഇലക്ട്രോളിസിസ് പറയാം. ഓക്കെ, സിങ്ക് ചോദിച്ചാലും എന്ത് പറയാം? ഇലക്ട്രോളിസിസ് പറയാം. അതോടൊപ്പം തന്നെ എന്തോ ആലോചിച്ച് വെച്ചോണം, റോസ്റ്റിംഗ് ആൻഡ് റിഡക്ഷൻ കൂടി ഓർത്ത് വെച്ചേക്കണം. റോസ്റ്റിംഗ് ആൻഡ് റിഡക്ഷൻ, സിങ്കുമായിട്ട് ബന്ധപ്പെട്ട് റോസ്റ്റിംഗ് എന്ന് പറയപ്പെടുന്ന ഒന്ന് ഓർത്ത് നന്നായിട്ട് വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ഓർത്തോളൂ, റോസ്റ്റിംഗ് ആൻഡ് റിഡക്ഷൻ പിന്നെ ഇലക്ട്രോളിസിസ് വഴി നമുക്ക് സിങ്ക് എന്ന് പറയപ്പെടുന്ന എന്ത് ചെയ്യാൻ പറ്റും?
നിർമ്മിക്കാൻ സാധിക്കും. സോഡിയം പിന്നെ എല്ലാവർക്കും അറിയാം, സോഡിയം എന്ന് പറയുമ്പോൾ എന്താ, ഡൗൺസ്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണല്ലേ. അപ്പൊ എസ് വരുന്നതാണ് സോഡിയത്തിൻ്റെത്. ഇതേപോലെ പേരുള്ള വേറൊരാളെ കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിലെത്തി കാണും. അപ്പൊ സോഡിയം ആണെങ്കിൽ എന്ത് പറയണം, സോഡിയത്തിന്റെ ആദ്യത്തെ ലെറ്റർ എസ് ആണ്. അപ്പൊ ഡൗൺസ് വരുന്നതാണ് എന്ത്, സോഡിയത്തിൻ്റെത്. ഓർമ്മ വന്നോ? എസ്. അപ്പൊ സോഡിയത്തിന്റെ നിർമ്മാണ പ്രക്രിയ ചോദിച്ചാൽ ഏത് വേണം പറയാൻ? യെസ്, അതേതാണ്, ഡൗൺസ് പ്രക്രിയയാണ്. ഏതാണ്, ഡൗൺസ് പ്രക്രിയ. ഓക്കെ, ഞാൻ അടുത്തേക്ക് വരാം. മഗ്നീഷ്യം ആണ്. മഗ്നീഷ്യത്തിന്റെ നിർമ്മാണ പ്രക്രിയയിലേക്ക് വരികയാണ്. എന്താണ് മഗ്നീഷ്യത്തിന്റെ നിർമ്മാണ പ്രക്രിയ? ഇലക്ട്രോളിസിസ് ആണ് കേട്ടോ, ഇലക്ട്രോളിസിസ്. ഈ മഗ്നീഷ്യത്തെ നമ്മൾ പ്രധാനമായും നിർമ്മിക്കുന്നത് എവിടെ നിന്നാണ്? നമുക്കറിയാം, കടൽ ജലം. കടൽ ജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാ, അല്ല കോമ്പൗണ്ട് ഏതാ? കടൽ ജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ട് ഏതാ? സോഡിയം ക്ലോറൈഡാ. രണ്ടാം സ്ഥാനമോ? മഗ്നീഷ്യം ക്ലോറൈഡാ. രണ്ടാം സ്ഥാനം ആരാ? മഗ്നീഷ്യം ക്ലോറൈഡ്. ആ മഗ്നീഷ്യം ക്ലോറൈഡിൽ നിന്നാണ് എന്ത്, ഇലക്ട്രോളിസിസ് വഴി നമ്മൾ ആരെ നിർമ്മിച്ചെടുക്കുക? മഗ്നീഷ്യത്തെ നിർമ്മിക്കുക. നമുക്ക് ഏറ്റവും ഈസിയായ മാർഗം അത് തന്നെയാണ്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, മഗ്നീഷ്യത്തെ നിർമ്മിക്കുന്ന പ്രക്രിയ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മോൾട്ടൻ മഗ്നീഷ്യം ക്ലോറൈഡ് കേട്ടോ, ഓർത്ത് വെച്ചേക്കണം. ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൻ മഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. മഗ്നീഷ്യം ക്ലോറൈഡിന്റെ ഉരുകിയ അവസ്ഥയിൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് മഗ്നീഷ്യത്തെ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓർത്ത് വെച്ചേക്കുക, മഗ്നീഷ്യത്തെ നിർമ്മിക്കുന്ന പ്രോസസ്സ് ഇലക്ട്രോളിസിസ് തന്നെയാണ്. സെറ്റ്. ഇനി അടുത്തത് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഒക്കെ നമുക്ക് ഏകദേശം അറിവുള്ള കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടും പല കോമ്പൗണ്ടുകളിലും ഹൈഡ്രജന്റെ സാന്നിധ്യമുണ്ട്. സ്റ്റീം റിഫോമിംഗ് ഓഫ് മീഥേൻ വഴി നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രജനെ നിർമ്മിക്കാം. ഹൈഡ്രജൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കേട്ടുള്ള പേര് ബോഷ് പ്രോസസ് ആണ്. ഓക്കെ, ഹൈഡ്രജൻ നിർമ്മിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രോസസ് എന്ന് ചോദിച്ചാൽ ബോഷ് പ്രോസസ് ആണ്. മഗ്നീഷ്യത്തിൽ ഒന്നും പറഞ്ഞില്ലല്ലോ. മഗ്നീഷ്യം നിർമ്മിക്കുന്ന വേറൊരു പ്രോസസ് ആണ് ഡൗ പ്രോസസ്സ്. ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, സോഡിയം പറഞ്ഞപ്പോ ഒരു ഡൗൺസ് എന്നല്ലേ വന്നേ, ഒരു എന്നും എസും വന്നില്ലേ? ആ എസ് വരുന്നതാണ് സോഡിയത്തിന്റെ കേട്ടോ. എസ് ഇല്ലാത്ത ആള് വരുമ്പോ മഗ്നീഷ്യത്തിന്റെ. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ വേറൊന്നല്ലേ. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, മഗ്നീഷ്യം ആണെങ്കിൽ ഏതാണ്? ഡൗൺസ് പ്രോസസ് ആണ്. അതുപോലെ ഹൈഡ്രജൻ ബോഷ് പ്രോസസ്. എല്ലാവരുടെയും മനസ്സിൽ എനിക്കറിയാം, വന്ന് കാണുമെന്ന് ബോഷ്. പിന്നെ നമുക്കറിയാം ചുറ്റുപാടുള്ള കോമ്പൗണ്ടിൽ നിന്നൊക്കെ നമുക്ക് ഈ ഹൈഡ്രജനെ നിർമ്മിച്ചെടുക്കാം. അതിലൊന്നാണ് പറഞ്ഞേക്കുന്നത് സ്റ്റീം റിഫോമിംഗ് ഓഫ് മീഥെയിൻ. മീഥെയിന്റെ സ്റ്റീം റിഫോമിംഗ് വഴി നമുക്ക് എന്ത് നിർമ്മിച്ചെടുക്കാം? ഹൈഡ്രജനെ നിർമ്മിച്ചെടുക്കാം. ഓക്കെ, ക്ലോറിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോളിസിസ് ഓഫ് ബ്രിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ജലത്തിൽ നിന്ന് നമ്മൾ ക്ലോറിനെ നിർമ്മിച്ചെടുക്കുന്നു. ഓക്കെ, ഏറ്റവും കോൺസെൻട്രേറ്റഡ് സോഡിയം ക്ലോറൈഡിനെ നമ്മൾ എന്ത് പറയുക? ബ്രിൻ എന്ന് പറയപ്പെടുക. അതായത് ഉപ്പിന്റെ ഗാഢലായനി, അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ബ്രിൻ. അപ്പൊ അതിൽ നിന്ന് അതിനെ ഇലക്ട്രോളിസിസ് ചെയ്ത് നമുക്ക് ക്ലോറിനെ നിർമ്മിക്കാം. ഇനി വേറൊരു പ്രോസസ് ഉണ്ട്, ഡീകൺസ് പ്രോസസ്സ്. എന്താണ്? ഡീകൺസ് പ്രോസസ്. ഓർത്ത് വെച്ചേക്കണേ, ഡീകൺസ് പ്രോസസ്. ഈ ഡീകൺസ് പ്രോസസ് വഴി നമുക്ക് ആരെ നിർമ്മിക്കാൻ സാധിക്കും? ക്ലോറിനെ നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, ഈ പേരുകളൊക്കെ ഓർത്ത് വെച്ചോണം. ഡീകൺസ് പ്രോസസ്. ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും വേറെ പേരുകളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ ഞാൻ പറയുമെന്ന്. ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത കാൽഷ്യം. കാൽഷ്യം എന്ന് പറയപ്പെടുന്നത് കാൽഷ്യം ക്ലോറൈഡിൽ നിന്നാണ് കാൽഷ്യം നിർമ്മിക്കുന്നത് കൂടുതലായിട്ടും. കാൽഷ്യം എന്ന് പറയപ്പെടുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൻ കാൽഷ്യം ക്ലോറൈഡ്. ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൻ കാൽഷ്യം ക്ലോറൈഡിൽ നിന്ന് നമുക്ക് കാൽഷ്യത്തെ നിർമ്മിക്കാം. പിന്നെ ജിപ്സത്തിൽ നിന്ന് ഒക്കെ നമ്മൾ ആരെ നിർമ്മിച്ചെടുക്കുന്നുണ്ട്? കാൽഷ്യത്തെ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. വേറെയും പ്രോസസ്സുകളൊക്കെ ഉണ്ട്, ഓർത്ത് വെച്ചിരിക്കാം. നൈട്രജൻ ആണെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് ആണ് ഇത് നൈട്രജൻ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ തന്നെയായിരിക്കും. ഈസി അല്ലേ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് ലിക്വിഡ് എയർ. നമ്മുടെ എയറിനെ ദ്രാവകാവസ്ഥയിലോട്ട് മാറ്റിയിട്ട് അതിൽ നിന്ന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നൈട്രജനെ വേർതിരിച്ചെടുക്കാൻ പറ്റും അല്ലെ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് എന്താണ്? ലിക്വിഡ് എയർ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന് മലയാളം എന്താ? ആംശിക സ്വേദനം. ആംശിക പറഞ്ഞോ, സ്വേദനം. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ആംശിക സ്വേദനമാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ, വെറും ഡിസ്റ്റിലേഷൻ ആണ് സ്വേദനം വരുന്നത്, അതിവിടെ പറഞ്ഞിട്ടില്ല. ആംശിക സ്വേദനമാണ് ഇത് നൈട്രജന്റെ. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 10 എണ്ണം ബൈഹാർട്ട് ചെയ്തു. നിങ്ങൾ എല്ലാവരും ബൈഹാർട്ട് ചെയ്തത് കഴിഞ്ഞു കാണുമെന്ന് ഞാനും കരുതുകയാണ്. യെസ്, പോകാം 11ാമത്തേലേക്ക്. നിങ്ങൾ പഠിക്കാനുള്ള ഇങ്ങനെ ഒരു വന്നില്ലേ? അപ്പൊ തീർച്ചയായും പോകാം. 11 ഗോൾഡ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ? ഒരുപാട് കേട്ട് പരിചയമുള്ള ഒരു പേരാണ് അല്ലെ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ട പേരാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും. അപ്പൊ ഗോൾഡ് എന്ന് പറയുമ്പോൾ ഏതാ? സയനൈഡ് പ്രോസസ്സ് അല്ലെ? നിങ്ങൾ ഭയങ്കര ജോളിയായിട്ടിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മനസ്സിൽ വന്ന് കാണും. അപ്പൊ സയനൈഡ് പ്രോസസ് ആണ്. പക്ഷെ അതിന് വേറൊരു പേരുണ്ട്. സയനൈഡ് പ്രോസസ്സിന് ഒഫീഷ്യൽ നെയിം ചോദിച്ചാൽ മാക് ആർതർ ഫോറസ്റ്റ് പ്രോസസ് എന്ന് പറയും കേട്ടോ. മാക് ആർതർ ഫോറസ്റ്റ് പ്രോസസ്. ചിലപ്പോ ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ആണെങ്കിൽ സയനൈഡ് പ്രോസസ് ഒന്നും ആയിരിക്കില്ല വരിക. മാക് ആർതർ ഫോറസ്റ്റ് പ്രോസസ് എന്നൊക്കെ ആയിരിക്കും വന്ന് കിടക്കുക. അപ്പൊ അന്ന് എഴുതിക്കോടുക. മാക് ആർതർ ഫോറസ്റ്റ് പ്രോസസ് വഴി ആരെ നിർമ്മിക്കുന്നു? യെസ്,
ഏറ്റവും വില കൂടിയ ആളൊക്കെ ആണല്ലേ ഇപ്പൊ നിലവിൽ. ആരാണ്? ഗോൾഡ് എന്ന് പറയപ്പെടുന്ന ആള്. ഓർത്ത് വെച്ചോളൂ, നിലവിൽ എന്നും വില കൂടിക്കൊണ്ടിരിക്കുന്ന വ്യക്തി അല്ലെ, ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്ന ആള്. അപ്പൊ തീർച്ചയായും കുറഞ്ഞു വരുന്നുണ്ട് അല്ലെ, അത് നിങ്ങളുടെ മനസ്സിലാവുന്ന എനിക്കറിയാം. അപ്പൊ ഗോൾഡ് ആകുമ്പോൾ സയനൈഡ് പ്രോസസ് അല്ലെങ്കിൽ മാക് ആർതർ ഫോറസ്റ്റ് പ്രോസസ് ആണ്. സിൽവറിനെ നിർമ്മിക്കാനും നമുക്ക് സയനൈഡ് പ്രോസസ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാ? ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ആണ്. ഏതാണ്? ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. സിൽവർ ആകുമ്പോൾ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. പിന്നെ പാക്സ് പ്രോസസ് എന്ന് പറയുന്നത് PARKS കേട്ടോ. പാക്സ് പ്രോസസ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രോസസ് വഴി നമ്മൾ സിൽവറിനെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഇനി അടുത്ത ലെഡിലേക്ക് വരികയാണ്. ലെഡിനെ നിർമ്മിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ റോസ്റ്റിംഗ് ആൻഡ് റിഡക്ഷൻ പ്രോസസ് ആണ് കേട്ടോ. ഒന്നും അധികം ചോദിക്കാറൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ടിന്നും എന്ത് തന്നെയാ? റോസ്റ്റിംഗ് ആൻഡ് റിഡക്ഷൻ പ്രോസസ് ആണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുക. ഓക്കെ, ഇതില് ടിന്നും ലെഡ്, അല്ലെ ടിൻ എന്ന് പറയപ്പെടുന്ന ആളെ നിങ്ങൾക്ക് പരിചയമുണ്ട് അല്ലെ. ടിന്നും ലെഡും ഒക്കെ നിർമ്മിക്കുന്ന പ്രോസസ്സ് നമുക്ക് പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ട്. ഏതാണ്? യെസ്, അതെ, നമ്മൾ ഉരുക്കി വേർതിരിക്കൽ വഴിയാണ് ശുദ്ധീകരിക്കുക. അതെ, നിങ്ങളുടെ മനസ്സിൽ വന്നു കാണാം അല്ലെ. അപ്പോ ടിന്നും ലെഡും ഒക്കെ ശുദ്ധീകരിക്കുന്ന മാർഗം ഏതാണ്? ഉരുക്കി വേർതിരിക്കൽ എന്ന് പറയപ്പെടുന്ന പ്രോസസ്സാണ്. നമ്മൾ ലിക്വേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഉരുക്കി വേർതിരിക്കൽ. ഓക്കെ, ദാണ്ട് കിടക്കുന്ന 15ാമത് നമ്മളോടുള്ള ചോദ്യം എന്താണ്? മോൺസ് പ്രോസസ്. നിക്കലിനെ നിർമ്മിക്കുന്ന പ്രോസസ് ഏതാണ്? മോൺസ് പ്രോസസ് ആണ്. നിക്കലിന്റെ ഏതാണ്? മോൺസ് പ്രോസസ്. ഒരഞ്ചെണ്ണം കൂടെ നമുക്ക് പഠിക്കാന്നേ, നമ്മൾ ഒരു വഴിക്ക് പോകല്ലേ, പഠിച്ചേ പറ്റൂ. യുറേനിയത്തിലേക്ക് വരികയാണ്. യുറാനിയത്തെ നിർമ്മിക്കുന്ന പ്രോസസ് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ആൻഡ് റിഡക്ഷൻ ആണ്. സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ആൻഡ് റിഡക്ഷൻ ആണ്. സിലിക്കൺ ആണെങ്കിൽ ഏതാണ്? റിഡക്ഷൻ ഓഫ് സിലിക്ക വിത്ത് കാർബൺ. ഓക്കെ, റിഡക്ഷൻ ഓഫ് സിലിക്ക വിത്ത് കാർബൺ ആണ്. ഫോസ്ഫറസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫർണസ് പ്രോസസ് ആണ്. ഫോസ്ഫറസ് ഏതാണ്? ഇലക്ട്രിക് ഫർണസ് പ്രോസസ് ആണ്. ഇത് സൾഫർ ആണെങ്കിൽ ഫ്ലാഷ് പ്രോസസ്. ഓർത്ത് വെച്ചോണം കേട്ടോ, ഫ്ലാഷ് പ്രോസസ്. സൾഫർ ഏതാണ്? ഫ്ലാഷ് പ്രോസസ് ആണ്. ഹീലിയം ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാച്ചുറൽ ഗ്യാസുകളൊക്കെ ഉള്ളത് കൊണ്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ് ആണ് കേട്ടോ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനിയും ഒരുപാട് എലമെന്റ്സിന്റെ ഉണ്ട്, അത് നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. ഇനിയും ഉണ്ട് നമുക്ക് ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മോൺസ് പ്രോസസ്സിന് താഴെ അടുത്ത ചോദ്യം എന്തായിരുന്നു? യെസ്, ആഗോളതാപനം അല്ലെ. അത്രയും ചോദ്യമാണ് നമ്മളോട് ചോദിച്ചാൽ. ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗൃഹവാതകം ഏതാണ്? ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗൃഹവാതകം. ഇവിടെ പ്രാഥമിക എന്ന വേർഡുണ്ട്, ഹരിതഗൃഹവാതകം എന്നും ഉണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നൈട്രജൻ ഒരു ഹരിതഗൃഹവാതകമാണോ? അല്ല. ഓക്സിജൻ ആണോ? അല്ല. ആർഗൺ ആണോ? അല്ല. അപ്പൊ ആൻസർ ചെയ്താ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. ഓക്കെ, അപ്പൊ ഹരിതഗൃഹവാതകമായിട്ടുള്ള ഒരാളാണ് ആര്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഹരിതഗൃഹവാതകങ്ങള് ആൻസർ ഓപ്ഷൻ സി ആണ്. ഹരിതഗൃഹവാതകങ്ങളൊക്കെ നോക്കിയാലോ? യെസ്, നോക്കാം. ദേണ്ടേ, ഗ്ലോബൽ വാർമിംഗ്, ഹരിതഗൃഹവാതകം. ഓക്കെ, അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല ഭൂമിക്കൊക്കെ നല്ല ചൂട് വരുന്ന ഒരു അവസ്ഥയാണ് ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആര് തന്നെയാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ ആരൊക്കെയുണ്ട്? പിന്നെ തീർച്ചയായിട്ടും CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ക്ലോറോ ഫ്ലൂറോ കാർബൺ. പിന്നെ ആരുണ്ട്? ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ട് കേട്ടോ. ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുണ്ട്? നമുക്കറിയാം മീഥൈൻ ഉണ്ട്. മീഥൈൻ ഉണ്ട്. ജലം എന്ന് വെച്ചാൽ വാട്ടർ വേപ്പർ ആണ്. എല്ലാരും മറന്നു പോകുന്ന ഒരു പേരാ വാട്ടർ വേപ്പറിൻ്റെത്. ശ്രദ്ധിച്ചു വെച്ചോ, വാട്ടർ വേപ്പർ ഉണ്ട്. പിന്നെ N2O ഉണ്ട്. ആരുണ്ട്? N2O ആരാണ്? നൈട്രസ് ഓക്സൈഡ്. ഓർത്ത് വെച്ചോണം കേട്ടോ. നൈട്രസ് ഓക്സൈഡ് എന്ന് പറയപ്പെടുന്ന N2O എന്തിന് കാരണമാകുന്നുണ്ട്? ഗ്ലോബൽ വാർമിങ്ങിന്. പിന്നെ ഓസോൺ ഉണ്ട് കേട്ടോ. ഓസോൺ, O3 എന്ന് വിളിക്കുന്ന ഓസോണും എന്തിന് കാരണമാകുന്നുണ്ട്? ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഈ ഗ്ലോബൽ വാർമിംഗ് ചോദിക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്നത് എന്താണ്? ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഹരിതഗൃഹ പ്രഭാവം. നമുക്ക് അതും കൂടി ഒക്കെ നോക്കാം. ഗ്രീൻ ഹൗസ് ഗ്യാസസുകളിലേക്ക് വരാം. അതിൽ ഏറ്റവും പ്രധാന ആരുണ്ട്? മീഥൈൻ ഉണ്ട്. ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ആരുണ്ട്? മീഥൈൻ ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ദെൻ നൈട്രസ് ഓക്സൈഡ്, N2O എന്ന് വിളിക്കുന്ന ആരുണ്ട്? നൈട്രസ് ഓക്സൈഡ് ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഏതാണ്ട് നമ്മുടെ ഓസോൺ ഉണ്ടെന്ന്. ഓസോൺ ഉണ്ട്. ഓക്കെ, പിന്നെ ആരുണ്ട്? ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFCയുടെ ഏറ്റവും പുതിയ വകഭേദം ഏതുണ്ട്? HCFC ഉണ്ട് കേട്ടോ. HCFC ഉണ്ട്. പിന്നെ ചില സന്ദർഭങ്ങളിൽ ആര് വരാം? കാർബൺ മോണോക്സൈഡ് വരാം. ഓക്കെ, വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, എങ്കിലും ഉണ്ട് എന്ന് ഓർത്ത് വെച്ചു. ഇനി അടുത്ത ആരാണ്? സൾഫർ ഡയോക്സൈഡ്, SO2.
സൾഫർ ഡയോക്സൈഡ്. പിന്നെ വാട്ടർ വേപ്പർ കേട്ടോ, വാട്ടർ വേപ്പറിന്റെ കാര്യം മറന്നുപോയില്ല, വാട്ടർ വേപ്പറും കൂടിയുണ്ട്, വാട്ടർ വേപ്പർ കൂടിയുണ്ട്, ഓർത്ത് വെച്ചേക്കണേ. ഇത്രയും പേരും ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഇനിയും ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിൽ നാച്ചുറൽ ആയിട്ട് കാണപ്പെടുന്നവരെയും കൂടെ നമുക്കൊന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ജലനീരാവി, അതായത് നീരാവി ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈന്, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ പ്രകൃതിദത്ത ഹരിതഗൃഹവാതകങ്ങളാണ്. പ്രകൃതിയിലെ സ്വാഭാവികമായും കാണപ്പെടുന്നതാണ് ജലനീരാവി, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈന്, നൈട്രസ് ഓക്സൈഡ്. ഇവയെല്ലാം എന്താണ്? പ്രകൃതിദത്ത ഹരിതഗൃഹവാതകങ്ങളാണ്. ഇനി അന്തരീക്ഷത്തിൽ വേറെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. എന്നാൽ ചില ഹരിതഗൃഹവാതകങ്ങൾ മനുഷ്യനിർമ്മിതം കൂടിയാണ്. ഒക്കെയാണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ക്ലോറോ ഫ്ലൂറോ കാർബൺ പോലുള്ളവയൊക്കെ എന്താണ്? മനുഷ്യനിർമ്മിതമായ ഹരിതഗൃഹവാതകങ്ങളാണ്. പ്രകൃതിദത്തമായവയുമുണ്ട് ഹരിതഗൃഹവാതകങ്ങൾ, അതോടൊപ്പം തന്നെ കൃത്രിമമായിട്ടുള്ള ഹരിതഗൃഹവാതകങ്ങളും ഉണ്ട്. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇഷ്ടം പോലെ പ്രകൃതിദത്ത ഹരിതഗൃഹവാതകങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ മനുഷ്യനിർമ്മിത ഹരിതഗൃഹവാതകങ്ങളും ഉണ്ട്. ഓക്കെ, യെസ്, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം, മറന്നു പോകരുത്. സെറ്റ് അല്ലേ? യെസ്, അപ്പോ അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ പറയുന്നതിൽ സിങ്കിന്റെ അയിര് അല്ലാത്തത് ഏത്? സിങ്കിന്റെ അയിര് അല്ലാത്തത് എന്ന ചോദ്യം. അപ്പൊ സിങ്കിന്റെ അയിരുകളെ അറിഞ്ഞാൽ മാത്രമേ ഈ ചോദ്യത്തിന് ആൻസർ എഴുതാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഓൾമോസ്റ്റ് ആദ്യത്തെ രണ്ട് ഓപ്ഷൻ സിങ്ക് ബ്ലെൻഡും കലാമിനും എന്ത് ചെയ്തിരിക്കും? സിങ്കിന്റെ ഓറാണെന്ന് മനസ്സിലാക്കിയിരിക്കും അല്ലെ. സിങ്ക് എന്ന് പറയപ്പെടുന്നതിന്റെ അയിരുകളാണ് ഏതൊക്കെ? സിങ്ക് ബ്ലെൻഡും അയരാണ്, കലാമിനും എന്താണ് അയരാണ്. പിന്നെ കിടക്കുന്ന രണ്ടു പേരിലായിരിക്കും എല്ലാവർക്കും ഡൗട്ട് വരിക അല്ലെ. 50-50 ചാൻസസ് ആണ്. പക്ഷേ നന്നായി പഠിച്ചവർ, നമ്മുടെ ക്ലാസ്സിലിരുന്ന് വ്യക്തമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്തായാലും പറയും സ്പാലറൈറ്റ് എന്ന് വിളിക്കുന്നത് ആരാണ്? സിങ്കിന്റെ അയിരാണ്. ഓക്കെ, അപ്പോ സിഡറൈറ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സിഡറൈറ്റ് ആരുടെയാണ്? അയണിന്റെ ആണ്. സിഡറൈറ്റ് ആരുടെയാണ്? തീർച്ചയായിട്ടും അയണിന്റെ ആണ്, മറന്നുപോലെ. അപ്പൊ താഴെ പറയുന്നത് സിങ്കിന്റെ അയിര് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. അല്ലാത്ത അപ്പൊ ആരാ? യെസ്, സിഡറൈറ്റ് ആണ് ആൻസർ കേട്ടോ. സിഡറൈറ്റ് ആണ് ആൻസർ വരുന്നത്. സിഡറൈറ്റ് ആരുടെയാണ്? അയണിന്റെ ആണ്. ഇത് ചോദ്യം വന്നിരിക്കുന്നത് വ്യക്തമായിട്ട് +2 ടെസ്റ്റിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഓർത്ത് വെച്ചേക്കാം, +1 +2 ടെസ്റ്റിൽ നിന്ന് ചോദ്യം വന്നിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ദാ ഇവിടെ ടെസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യം, അത് തന്നെ ടെക്സ്റ്റിനകത്ത് കാര്യങ്ങൾ പഠിക്കണമല്ലോ. അപ്പൊ ടെക്സ്റ്റ് ആണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ സിങ്ക് താണ്ട് കിടക്കുന്നു കണ്ടോ. സിങ്ക് ആണ് കിടക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം, സിങ്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അത് തന്നെ സിങ്ക് ബ്ലെൻഡ് കണ്ടോ, നമ്മൾ ഓപ്ഷനിൽ ആദ്യം കണ്ട ആരെയാ? സിങ്ക് ബ്ലെൻഡ് അല്ലേ, സിങ്ക് ബ്ലെൻഡ്. ദെൻ കലാമിൻ ഒക്കെയാണ്. ഈ സിങ്ക് ബ്ലെൻഡിന് വേറൊരു പേര് കൂടിയുണ്ട്, സ്പാലറൈറ്റ് കണ്ടോ. ഈ സ്പാലറൈറ്റ് ഇതാണ് ഓപ്ഷനിൽ ഇട്ടത്. എങ്ങനെയുണ്ട് ഐഡിയ? സ്പാലറൈറ്റ്. പിന്നെ ആരുണ്ട്? സിൻസൈറ്റ് ഉണ്ട് കണ്ടോ, സിൻസൈറ്റ്. ഇനി ഇവിടെ ചോദിക്കുന്ന കെമിക്കൽ ഫോമിലെ ആയിരിക്കും, അല്ലെങ്കിൽ സൾഫൈഡ് ഓർ ഏതാണെന്ന് ചോദിക്കും. നമ്മളിവിടെ തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷയ്ക്ക് ചോദിച്ചില്ലേ സൾഫൈഡ് ഓർ താഴെ തന്നില്ല ഏതാണെന്ന്. സൾഫൈഡ് ഓർ ആരാണ്? സിങ്ക് ബ്ലെൻഡ് ആണ് കേട്ടോ. സിങ്ക് ബ്ലെൻഡ് സൾഫൈഡ്, സിങ്ക് സൾഫൈഡ് ആണ് എന്ത് നമ്മുടെ സ്പാലറൈറ്റ് എന്ന് വിളിക്കുന്നതും സിങ്ക് ബ്ലെൻഡ് എന്ന് വിളിക്കുന്നതും ആരാണ്? സൾഫൈഡ് ഓർ ആണ്. കലാമിൻ ഏതാണ്? കലാമിൻ കാർബണേറ്റ് ഓർ ആണ്, സിങ്ക് കാർബണേറ്റ് ആണ്. സിൻസൈറ്റ് ആരാ? ഓക്സൈഡ് ഓറാ, സിങ്ക് ഓക്സൈഡ് ആണ്. ഇത് മൂന്നൊന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കാം. സെറ്റ്. ഇനി അയണിന്റെ ആളല്ലേ പിന്നെ ഇട്ടത് ഓപ്ഷനിൽ. യെസ്, അയണിന്റെ ആരൊക്കെ ഉണ്ട്? ഹേമറ്റൈറ്റ് Fe2O3 ആണ്. ബൈഹാർട്ട് അയണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓറാണ് ഹേമറ്റൈറ്റ് Fe2O3. സെറ്റ്. ഇനി മാഗ്നറ്റൈറ്റ് Fe3O4 പഠിക്കുക. Fe3O4 കെമിക്കൽ ഫോമിൽ ചോദിക്കും. അടുത്ത സിഡറൈറ്റ്, ഇതല്ലേ ഓപ്ഷനിൽ കിടന്ന സിഡറൈറ്റ്. ഇത് കാർബണേറ്റ് ഓറാണ്, അയൺ കാർബണേറ്റ് ആണ് ഇത് സിഡറൈറ്റ്. ഇനി സൾഫൈഡ് ഓർ ഉണ്ട്, അയൺ പൈറൈറ്റിസ്, വിഡ്ഢികളുടെ സ്വർണ്ണം എന്ന് വിളിക്കുന്ന അയൺ സൾഫൈഡ് എന്ന് വിളിക്കുന്ന അയൺ പൈറൈറ്റിസ്. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ അത് അത്രയും വരെ പഠിച്ചു. ഇനി അലൂമിനിയം ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ജസ്റ്റ് 2 എണ്ണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കിയേക്കാം. അലൂമിനിയത്തിന് ബോക്സൈറ്റ് ആണ് കേട്ടോ. ബോക്സൈറ്റ് Al2O3 പറഞ്ഞു. Al2O3 എത്ര? 2H2O എന്നാണ് ടെക്സ്റ്റ്. പഠിച്ചു വെച്ചോ. ബോക്സൈറ്റ് Al2O3 2H2O എന്ന് വിളിക്കുന്ന ആളാണ് ബോക്സൈറ്റ്. പിന്നെ കയോലിനൈറ്റ് ആരുടെയാ? അലൂമിനിയത്തിന്റെ ആണ് കേട്ടോ. അലൂമിനിയത്തിന്റെ ആണ്, കളിമണ്ണ് രൂപമാണ്. ഓക്കെ, താണ്ടേ എ ഫോം ഓഫ് ക്ലേ എന്ന് കൊടുത്തേക്കുന്നുണ്ടോ? ക്ലേ, കളിമണ്ണിന്റെ രൂപമാണ് ഇത് കയോലിനൈറ്റ് കണ്ടോ. Al2OH ടെട്രാ OH കൊടുത്തിട്ടുണ്ട്. Si2O5 കെമിക്കൽ ഫോമിലെ ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈഹാർട്ട് ചെയ്തോ. പിന്നെ എന്താണ്? ബോക്സൈറ്റ് മസ്റ്റ് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്ത കോപ്പർ ഒന്ന് പറഞ്ഞേക്കാം. അവിടെ തന്നെ കോപ്പറോടെ കൊടുത്തിട്ടുണ്ടല്ലോ. കോപ്പർ പൈറൈറ്റിസ് കാണുമ്പോഴേ സൾഫൈഡ് ഓർ ആണെന്ന് ഏകദേശ ധാരണ വന്ന് കാണും. ഇനി അടുത്ത മാലക്കൈറ്റ് നമ്മളോട് ചോദിച്ച ചോദ്യമാണ്. മാലക്കൈറ്റ് കോപ്പറിന്റെ ഹൈഡ്രോക്സൈഡ് ഓർ ആണ് കേട്ടോ.
ഹൈഡ്രോക്സൈഡ് ഓർ ആണ്. നോക്കിയേ, കോപ്പർ കാർബണേറ്റ്, കോപ്പർ ഹൈഡ്രോക്സൈഡ് എന്ന് കണ്ട കൊടുത്തേക്കുന്നത്. ഓക്കെ, കോപ്പർ കാർബണേറ്റ് ഹൈഡ്രോക്സൈഡ് എന്ന് പറയപ്പെടുന്നതാണ് മാലക്കൈറ്റ്. ക്ലാവ് എന്ന് വിളിക്കും നമ്മൾ കേട്ടോ, ക്ലാവ്. ഈ ക്ലാവ് എന്ന് പറയപ്പെടുന്ന ആളാണ് ഈ പറയുന്ന മാലക്കൈറ്റ്. ഈ കുപ്രൈറ്റ് ഉണ്ട്, കുപ്രൈറ്റ് കോപ്പർ ഓക്സൈഡ് ആണ് കേട്ടോ, കോപ്പർ ഓക്സൈഡ് ആണ്. പിന്നെ കോപ്പർ ഗ്ലാൻസ് എന്ന് വിളിക്കും. ഓക്കെ, അസുറൈറ്റ് എന്നൊക്കെ പേരുണ്ട് വിളിക്കാം, അസുറൈറ്റ്. ഈ കോപ്പർ ഗ്ലാൻസ്, അസുറൈറ്റ് ഒക്കെ ആരാണ്? കോപ്പർ സൾഫൈഡ് ആണ് കേട്ടോ, കോപ്പർ സൾഫൈഡ് ആണ്. ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത്രയും പേരും എന്താണ് നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതല്ലാതെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പേരെ കൂടെ നമുക്ക് പഠിക്കാം. യെസ്, ഇതാണ്ട് കൊടുത്തേക്കുന്നുണ്ടോ, കുറെ പേരുണ്ട്. അതില് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് കാൽഷ്യത്തിന്റെ ഒന്ന് നോക്കിയേക്കാം. കാൽഷ്യം, ഓക്കെ, കാൽഷ്യത്തിന്റെ ഏതൊക്കെ ഉണ്ട്? ഡോളമൈറ്റ് ഉണ്ട്. ശ്രദ്ധിക്കുക, കാൽഷ്യത്തിന്റെ ഈ ഡോളമൈറ്റ് എന്ന് പറയപ്പെടുന്നത് കാൽഷ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും കൂടി ഓറാണ് കേട്ടോ, ഓർത്ത് വെച്ചോടെ. അതായത് ഡോളമൈറ്റ് ഈസ് എ മിക്സർ ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം. കാൽഷ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും കൂടെ മിശ്രിതമാണ് ഏത്? ഡോളമൈറ്റ്. അപ്പൊ കാൽഷ്യത്തിനകത്തും ഡോളമൈറ്റ് വരാം, മാഗ്നീഷ്യത്തിനകത്തും ആര് വരാം? ഡോളമൈറ്റ് വരാം. ദെൻ കാൽസൈറ്റ്. കാൽസൈറ്റ് കാൽഷ്യത്തിന്റെ ആണെന്ന് നമുക്കറിയാം, പേര് കേൾക്കുമ്പോഴേ അറിയാം. ജിപ്സം, ജിപ്സത്തിന്റെ കെമിക്കൽ ഫോർമുല ഉണ്ടോ? CaSO4 2H2O എന്ന് പറഞ്ഞേ. CaSO4 2H2O എന്ന് പറയപ്പെടുന്നതാണ് ആര്? ജിപ്സം. പഠിച്ചോണേ. അതായത് കോപ്പർ സൾഫേറ്റ്, കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ്, കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് എന്ന് വിളിക്കുന്നതാണ് ആര്? ജിപ്സം. ഓക്കെ, അടുത്തതാണ് ഫ്ലോസ്പാർ കേട്ടോ. ഫ്ലോസ്പാർ എന്ന് പറയപ്പെടുന്നത് ആരുടെയാണ്? കാൽഷ്യത്തിന്റെയാ. കേൾക്കുമ്പോ ഫ്ലൂറിനാന്ന് കരുതും, ഫ്ലൂറിന്റെ അല്ല, ആരുടെയാ? കാൽഷ്യത്തിന്റെയാ. പിന്നെ ആബ്സെറ്റസ് എന്ന് പറയപ്പെടുന്നുണ്ട്, ആസ്ബെറ്റസ് എന്ന് പറയപ്പെടുന്നുണ്ട്. ആസ്ബെറ്റസ് ആരുടെയാണ്? കാൽഷ്യത്തിന്റെ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, ഈ ആസ്ബെറ്റസിനകത്തും കാൽഷ്യം മാഗ്നീഷ്യം ഉണ്ട് കേട്ടോ, ഓർത്ത് വെച്ചു. ഇനി അടുത്ത സ്ട്രോൺഷ്യം. സ്ട്രോൺഷ്യം ഒന്നും അങ്ങനെ ചോദിക്കാറില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം. സ്ട്രോണൈറ്റ് എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ എന്തുണ്ട്? സിലസ്റ്റൈൻ എന്ന് പറയപ്പെടുന്നുണ്ട്, സിലസ്റ്റൈനും ഉണ്ട്. അതങ്ങനെ ചോദിച്ചു കണ്ടില്ല. കോപ്പറിന്റെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. സിൽവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് റൂബി സിൽവറും ഹോൺ സിൽവറും. പേരിലെ സിൽവർ ഉള്ളതുകൊണ്ട് സിങ്കിനകത്ത് സിംഗിൾ ബെൻഡ് ചോദിച്ചല്ലേ, അപ്പൊ ഓർത്ത് വെച്ചോ. റൂബി സിൽവറും ഉണ്ട്, ഹോൺ സിൽവറും ഉണ്ട് അല്ലെ. റൂബി സിൽവറും ഉണ്ട്, ഹോൺ സിൽവർ ആണ് സിൽവർ ക്ലോറൈഡ് കേട്ടോ. സിൽവർ ക്ലോറൈഡ് എന്നറിയപ്പെടുന്ന ആളാരാന്ന് ചോദിച്ചാല് ഹോൺ സിൽവർ ആണ്, ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഗോൾഡിന്റെ കാലവറൈറ്റ്, അതാണ് സിൽവറ്റൈൻ്റെ രണ്ടെണ്ണമാണ്, ഓർത്ത് വെച്ചേക്കണം കേട്ടോ. കാലവറൈറ്റും ഉണ്ട്, പിന്നെ ആരും ഉണ്ട്? സിൽവറ്റൈനും ഉണ്ട് കേട്ടോ, സിൽവറ്റൈൻ. ഇനി അടുത്ത ബേരിയം. ബൈറൈറ്റ്സ് എന്ന് പറയപ്പെടുന്നതാണ് ബേരിയത്തിൻ്റെത്. സിങ്കിന്റെ 3 പേരെ ഓൾറെഡി പറഞ്ഞാണ്, ഇവിടെ കിടപ്പുണ്ട്. ഇനി ഓർത്ത് വെക്കേണ്ടത് ഇവിടാണ്. യെസ്, മെർക്കുറി. മെർക്കുറിയുടെ ആരാണ്? സിന്നബാർ. മെർക്കുറിക് സൾഫൈഡ് എന്ന് പറയപ്പെടുന്നതാണ് ആര്? സിന്നബാർ. മെർക്കുറിക് സൾഫൈഡ് ആണ് എന്ത്? സിന്നബാർ. ഇനി നമ്മുടെ ASM പരീക്ഷയുടെ ആൾ കിടക്കുന്നു. ടിൻ കണ്ടില്ലേ? ടിൻ എന്താ? കാസറ്റ് റൈറ്റ്. ടിൻ ഓക്സൈഡ് എന്ന് പറയപ്പെടുന്ന കാസറ്റ് റൈറ്റ് കേട്ടോ. ടിൻ ഓക്സൈഡ് എന്ന് പറയപ്പെടുന്ന കാസറ്റ് റൈറ്റ്. ലെഡിന്റെ ആരാ? ഗലീന. ലെഡ് സൾഫൈഡ് ആ കേട്ടോ, ലെഡ് സൾഫൈഡ് ആണ് ഗലീന. ഓക്കെ, പിന്നെ ആന്റിമണി സ്റ്റിബനൈറ്റ്. ആന്റിമണിയുടെ ഏതാണ്? സ്റ്റിബനൈറ്റ്, ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ആന്റിമണി സൾഫൈഡ് എന്ന് പറയപ്പെടുന്നതാണ് സ്റ്റിബനൈറ്റ്. തീപ്പെട്ടിക്കൂടിന്റെ വശങ്ങളിലൊക്കെ ഈ സ്റ്റിബനൈറ്റിന്റെ സാന്നിധ്യമുണ്ട്, ഓർത്ത് വെച്ചോണം. നമ്മുടെ ആന്റിമണി സൾഫൈഡ് ആണ് ഇത്, സ്റ്റിബനൈറ്റ്. ഇത് ഇത്ര ഓർത്ത് വെച്ചേക്കണേ. പിന്നെ നമുക്ക് കിടക്കുന്നതിനകത്ത് പ്രധാനപ്പെട്ട കാഡ്മിയം ഒന്നും നമുക്ക് ആവശ്യമുള്ള അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഏതാണ്? മാംഗനീസ് ഒന്ന് ഓർത്ത് വെച്ചു. മാംഗനീസ് പൈറോലൂസൈറ്റ്. ഓക്കെ, മാഗ്നൈറ്റും പൈറോലൂസൈറ്റും ആരുടെയാണ്? മാംഗനീസിന്റെ ആണ് കേട്ടോ. മാംഗനീസിന്റെ ഏതൊക്കെയാണ്? പൈറോലൂസൈറ്റും ഉണ്ട്, മാഗ്നൈറ്റും ഉണ്ട്. ഓക്കെ, യുറാനിയത്തിന്റെ ഓർത്ത് വെച്ചോ. പിച്ച് ബ്ലെൻഡ്. യുറേനിയത്തിന്റെ ഏതാണ്? പിച്ച് ബ്ലെൻഡും ഉണ്ട്, കാർണറ്റൈറ്റും ഉണ്ട്. കാർണറ്റൈറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ പൊട്ടാസ്യത്തിനും കാർണറ്റൈറ്റിനെ പറഞ്ഞു കണ്ടിട്ടുണ്ട്. പുറത്ത് വെച്ചേക്ക. യുറാനിയത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏത് തന്നെയാണ്? പിച്ച് ബ്ലെൻഡ് തന്നെയാ. യുറേനിയം പിച്ച് ബ്ലെൻഡ് ഓർത്ത് വെച്ചേക്കണേ. അപ്പൊ ഞാൻ കുറച്ച് പേരെ മാത്രം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവരെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഓർത്ത് വെച്ചേക്കണേ. പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞേക്കാം. നമ്മൾ പറഞ്ഞപ്പോ അയണിന്റെ ഹോർസില് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും സിഡറൈറ്റും അയൺ പൈറൈറ്റിസും പറഞ്ഞായിരുന്നേ. എന്നാൽ നമ്മൾ പറയാതെ വിട്ടുപോയ ഒരാള് ലിമോണൈറ്റ് ആണ്. ലിമോണൈറ്റ് ആരുടെ തന്നെയാണ്? അയണിന്റെ ആണ്, ഓർത്ത് വെച്ചോണേ. അപ്പൊ അയണിന്റെ ഏതൊക്കെ ഉണ്ട്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഒന്നുകൂടെ, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഇത്രയും പേരും ആരുടെയാണ്? അയണിന്റെ ഓർസ് ആണ്, ഓർത്ത് വെച്ചിട്ടുണ്ട്. അയണിന്റെ ആണ്. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത്. പിന്നെ ഒറ്റയ്ക്കായിട്ട് ചോദിക്കുന്ന കുറച്ച് പേര് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതിൽ ബോക്സൈറ്റ് കേട്ടോ. ബോക്സൈറ്റിന്റെ കെമിക്കൽ ഫോർമുല ഞാൻ അവിടെയും പറഞ്ഞിരുന്നു, ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബോക്സൈറ്റ് ഓർത്ത് വെച്ചേക്കണം കേട്ടോ, അലൂമിനിയത്തിന്റെ ആണ്. കോപ്പറിൻ്റെത് അയൺ പൈറൈറ്റിസ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ.
സിങ്ക് ബ്ലെൻഡ് സൾഫൈഡ് ഓർ ആണ് സിങ്കിൻ്റെത്, ചോദിച്ചു ഓർത്ത് വെച്ചേക്കണം. ഇനി മാഗ്നസൈറ്റ് കണ്ടോ, മാഗ്നീഷ്യത്തിനത് മാഗ്നസൈറ്റ് ആണ്. മാഗ്നറ്റൈറ്റ് ആണ് ആരുടെ, അയണിന്റെ. ടൈറ്റ് ആയിട്ട്, അതായത് മാഗ്നറ്റുമായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുന്ന അയൺ ആണ്. അപ്പൊ മാഗ്നറ്റൈറ്റ് വരുന്ന അയണിന്റെ, മാഗ്നസൈറ്റ് വരുന്ന ആരുടെയാണ്, മാഗ്നീഷ്യത്തിന്. തിരിഞ്ഞുപോലെ മാഗ്നസൈറ്റ് മാഗ്നീഷ്യം. പിന്നെ നമുക്കറിയാം മഗ്നീഷ്യത്തിന്റെ മറ്റൊന്നാണ് ഇത് എപ്സം സോൾട്ട്. എപ്സം സോൾട്ടിന്റെ കെമിക്കൽ ഫോമിൽ ചോദിക്കും. MgSO4 7H2O. MgSO4 7H2O എന്ന് പറയപ്പെടുന്നതാണ് എപ്സം സോൾട്ട്. പിന്നെ ഹോൺ സിൽവർ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു അല്ലെ. ഹോൺ സിൽവർ ആരുടെയാ, യെസ് നമ്മുടെ സിൽവറിന്റെ ആണ്. പിന്നെ പൈറോലൂസൈറ്റ് മാംഗനീസിന്റെ ആണ്. ഹേമറ്റൈറ്റ് അത് അയണിന്റെ ആണ്. സിൻസൈറ്റ് സിങ്കിന്റെ ആണ്. ഓക്കെ, ഇനി വീടുകളിലെല്ലാം കാണുന്ന റോക്ക് സോൾട്ടിലേക്കാണ്. റോക്ക് സോൾട്ട് വീട്ടിൽ കല്ലുപ്പില്ലേ, പർലുപ്പില്ലേ ഉണ്ട്. കല്ലുപ്പ് വല്ലപ്പ് എന്നൊക്കെ വിളിക്കുന്ന റോക്ക് സോൾട്ട് ആണ് സോഡിയം ക്ലോറൈഡിന്റെ. കേട്ടോ, സോഡിയം ക്ലോറൈഡിന്റെ റോക്ക് സോൾട്ട്. പിന്നെ സിന്നബാർ, സിന്നബാർ ആരുടെയാ, മെർക്കുറിയുടേത്. മാഗ്നറ്റൈറ്റ്, മാഗ്നറ്റുമായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുന്ന അയണാണ്. മാഗ്നസൈറ്റ് ആണ് ഏത്, മാഗ്നീഷ്യത്തിൻ്റെത്. തിരിയല്ലേ. ദെൻ ഗലീന ലെഡിന്റെ ആണ്. ജിപ്സം കേട്ടോ, CaSO4 2H2O എന്ന് പറയപ്പെടുന്നതാണ് ഇത്, ജിപ്സം. ദെൻ ലൈംസ്റ്റോണും കാൽഷ്യത്തിന്റെ ആണ്. ലൈംസ്റ്റോൺ എന്ന് വെച്ചാൽ നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് ആണ്, അതും കാൽഷ്യത്തിന്റെ ആണ്. പിന്നെ കാർണലൈറ്റ്, കാർണലൈറ്റിന്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ. കാർണലൈറ്റ് എന്ന് പറയപ്പെടുന്നത് മാഗ്നീഷ്യത്തിന്റെയും ആണ് പൊട്ടാസ്യത്തിന്റെയും ആണ് കേട്ടോ. കാർണലൈറ്റ് ആരുടെയൊക്കെയാണ്, മാഗ്നീഷ്യം ഉണ്ട്, അതിനകത്ത് പൊട്ടാസ്യം ഉണ്ട്. രണ്ടും ഒന്ന് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. കാർണലൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, മാഗ്നീഷ്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, പൊട്ടാസ്യത്തിന് ചോദിച്ചാലും ശരി തന്നെയാണ്. അപ്പോൾ ഇത് ഈ ഒരു ടേബിളും കൂടി എന്ത് ചെയ്തിരിക്കണം, നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു നോക്കണം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ടേബിളുകളിൽ ഒന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, നന്നായി പഠിച്ചു വെച്ചോളുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഓൾ.